Good morning everyone. Welcome to Ada 24/7 Malayalam channel. This is Rintu Sebastian and welcome to the Hindu Editorial Analysis of 18th March 2022. അപ്പോൾ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ്. ആൻഡ് നമ്മുടെ എല്ലാ ദിവസവും സെഷൻ 9 to 10 ആണ്. കുറച്ച് തിരക്കുണ്ടായിരുന്നു ഇന്ന്, അതുകൊണ്ട് ഇച്ചിരി താമസിച്ചു. ഐ എം സോ സോറി ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വെയിറ്റിംഗ്. ഞാൻ 10 minutes ഇന്ന് ലേറ്റ് ആണ്. അപ്പോൾ എനിവേയ്സ് ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് താമസിപ്പിക്കേണ്ട തുടങ്ങാം. അപ്പോൾ ഈ സെഷൻ്റെ പ്രത്യേകത എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് വൊക്കാബ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഇംപ്രൂവ് ചെയ്യാനും നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ്, യുവർ കോംപ്രിഹെൻഷൻ സ്കിൽസ് ഓഫ് കോഴ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ റീഡിംഗ് സ്കിൽസ്, നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഒരു സെഷൻ ഹെൽപ്ഫുൾ ആവും. ബാങ്കിങ് എക്സാം ആയിക്കോട്ടെ, UPSC എക്സാംസ് ആയിക്കോട്ടെ, KS ആയിക്കോട്ടെ, SSC ലെവലോ ESIC, അതുപോലെ നിങ്ങളുടെ PSC എക്സാംസ് ഏതും ആയിക്കോട്ടെ, നിങ്ങൾ നല്ല റീഡിംഗ് ഹാബിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ, വൊക്കാബുലറി അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ടൈറ്റ് കോമ്പറ്റീഷനാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അതുകൊണ്ട് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവും. എഡിറ്റോറിയൽ സെഷൻസ് ഒക്കെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പൊളിറ്റിക്കൽ ആർട്ടിക്കിൾസും അതുപോലെ ഹിന്ദു ന്യൂസ് പേപ്പറൊക്കെ വായിക്കുന്നതൊക്കെ നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം SBIPയുടെ റിസൾട്ട് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു ഇൻ്റർവ്യൂ, Ada 24/7 ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ബാങ്കേഴ്സ് ചാനലിൽ. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എങ്ങനെയാണ്, ആ ആസ്പിറൻറ്റ് ഒരുപാട് റീഡിങ്ങിലൂടെയാണ് ഈ പറയുന്ന ഇംഗ്ലീഷായിരുന്നു ഏറ്റവും ടഫായിട്ട് ഫീൽ ചെയ്തത്. ബിക്കോസ് റീഡിങ് ഒരുപാട് വേണം, അത് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുണ്ട് ഇപ്പം എക്സാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അപ്പോൾ എത്രത്തോളം നമ്മുടെ ലാക്ക് ചെയ്യുന്നൊരു ഇതാണ് നമ്മുടെ ഈ റീഡിങ് എന്നുള്ളത്. നമ്മൾ കുറച്ചുകൂടി ഒന്ന് കമ്പാരിറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ICSE സിലബസ് പഠിക്കുന്ന അല്ലെങ്കിൽ CBSE സ്റ്റുഡൻസ് ഒക്കെയാണ് ഗ്രാമറിനേക്കാളും കൂടുതൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റീഡിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വൊക്കാബ് അവർക്കുണ്ട്. മറ്റ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം റീഡിങ്ങിനെ പറ്റി അധികം ഇതില്ലാത്തതുകൊണ്ട് വൊക്കാബിനെ പറ്റി അധികം അറിയില്ല. അപ്പോൾ അവിടെ നമുക്ക് ഫോക്കസ് ചെയ്യണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് എ കോട്ട്. നെവർ ഗിവ് അപ്പ് ബിക്കോസ് ഗ്രേറ്റ് തിങ്സ് ടേക്ക് ടൈം. അപ്പോൾ ഓർക്കുക, സമയമെടുക്കും. നല്ലൊരു കാര്യം നമ്മൾ നേടിയെടുക്കണമെങ്കിൽ, ഇഫ് യു വോണ്ട് ടു സക്സീഡ്, നമുക്ക് സമയമെടുക്കുന്നൊരു പരിപാടിയാണത്. അല്ലാതെ പെട്ടെന്ന് വന്നിട്ട് കിട്ടില്ല, അല്ലേ? അത് ഓർത്തോണം. അതുകൊണ്ട് തന്നെ കീപ് ട്രൈയിങ്, കീപ്പ് ഓൺ ഡൂയിങ് ഇറ്റ്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക, ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വർക്ക് നടന്നുകൊണ്ടേയിരിക്കട്ടെ, എന്നെങ്കിലേ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണത് കേട്ടോ. അപ്പോൾ നമുക്കിനി മിസ്സാക്കരുത്. നിങ്ങളുടെ എഡിറ്റോറിയൽ സെഷൻസ് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡെങ്കിലും കാണുക. മറ്റുള്ള ഫ്രണ്ട്സിലൊക്കെ എത്തിച്ചു കൊടുക്കുക. മറ്റുള്ളവരൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്യട്ടെ, അല്ലേ? വൊക്കാബുലറി ഒരു ശീലമാവട്ടെ. വി ഹാവ് എ ഗുഡ് കമ്മ്യൂണിറ്റി ഇവിടെ. അപ്പോൾ നമുക്ക് അതങ്ങ് വളർത്തിയെടുക്കാം. അതുപോലെ തന്നെ സാറ്റർഡേയ്സിൽ നമുക്ക് 9 AM to 10 AM ക്വിസ് ഉണ്ട്, അല്ലേ? നമ്മൾ ഒരു ആഴ്ച മൊത്തം ചെയ്യുന്ന വൊക്കാബിൻ്റെ ക്വിസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. സോ ലെറ്റ് സ്റ്റാർട്ട്. ഇപ്പോൾ 2 ആർട്ടിക്കിളാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഒന്ന് നമ്മുടെ പഞ്ചാബിൽ AAP സീറ്റ് നേടി, അല്ലേ? അപ്പോൾ പഞ്ചാബ് മൊത്തത്തിൽ നമ്മുടെ AAPയുടെ കയ്യിലാണ്. അപ്പോൾ അവർ മുന്നിലോട്ട് വന്ന് അവർ ഏറ്റെടുക്കുന്നതിനെ പറ്റി ഒരു ആർട്ടിക്കിൾ ഉണ്ട് ഇന്ന്. രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാക്സിനേഷൻ പ്രോസസ്സിനെ പറ്റി ഒരു ആർട്ടിക്കിളാണ്. ആൻഡ് ദാറ്റ് ഈസ് ആർട്ടിക്കിൾ ദാറ്റ് വി ആർ ഗോയിങ് ടു ഡു. അപ്പം വാക്സിനേഷൻ്റെ അടുത്തൊരു കുട്ടികളിലോട്ട്, അല്ലേ, 12 to 14 years ഉള്ള 12 to 18 years ഉള്ള കുട്ടികളിലോട്ട് വാക്സിൻ എത്തിക്കുന്നതിനെ പറ്റി ഒരു കാര്യം വന്നിരുന്നു. അപ്പം അതിൽ പക്ഷേ അന്ന് പറഞ്ഞ അതേ ബാക്ക് ടു സീറോയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഡേറ്റ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതിനെപ്പറ്റിയും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സിനെ പറ്റിയൊക്കെ ഒരു ആർട്ടിക്കിളാണ്. സോ ഇറ്റ്സ് എ വെരി സിമ്പിൾ റീഡ്, വളരെ സിമ്പിളാണ്. പക്ഷേ നമ്മുടെ പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ, ഇന്ന് പഞ്ചാബ് റിലേറ്റഡ് ആയിട്ട് ആർട്ടിക്കിൾ, AAP പറ്റിയുള്ള ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വൊക്കാബൊക്കെ ഉള്ള ഒരുപാട് വൊക്കാബ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. ഫ്രേസൽ വേർബ്സ്, ഇഡിയംസ് ഒക്കെ ഉള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ്സിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് എവ്രി വൺ ആൻഡ് വെൽക്കം ടു അവർ സെഷൻ. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പം നമ്മുടെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, ആദ്യം ഒരു 1 word പിടിച്ചോ. സെറോപ്രവലൻസ് കേട്ടിട്ട് പരിചയമുള്ള വാക്കാണോ? സെറോപ്രവലൻസ് എന്ന വാക്ക്. സെറോപ്രവലൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇതാണ്: ദ ലെവൽ ഓഫ് എ പാത്തജൻ ഇൻ എ പോപ്പുലേഷൻ ആസ് മെഷേർഡ് ഇൻ ബ്ലഡ് സെറം. നമ്മുടെ ഒരു പോപ്പുലേഷൻ, നമ്മുടെ ഒരു ജനസംഖ്യയുടെ ഇടയിൽ നമ്മളൊരു പെർട്ടിക്കുലർ പോപ്പുലേഷൻ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കേരളത്തിലെ പോപ്പുലേഷൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ പോപ്പുലേഷൻ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ പോപ്പുലേഷൻ, മഹാരാഷ്ട്രയിലെ പോപ്പുലേഷൻ, അങ്ങനെ കുറച്ച് സ്ഥലത്തെ പോപ്പുലേഷൻ എടുത്തിട്ട് അതിൽ പാത്തജൻ്റെ എമൗണ്ട്, ലെവൽ, എത്രത്തോളം ഡിഗ്രി വരെ പാത്തജൻ വ്യാപിച്ചിട്ടുണ്ട്, അല്ലേ? രോഗാണുവില്ലേ, അതാണ് പാത്തജൻ. അത് എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്? ബ്ലഡ് സെറം എടുത്ത്, ബ്ലഡ് സാമ്പിൾ എടുത്തിട്ട് മെഷർ ചെയ്യുന്നത്. അതിനെയാണ് സെറോ പ്രവലൻസ് എന്ന് പറയുക. എത്രത്തോളം ഉണ്ട് ബ്ലഡ് സെറത്തിൽ ഈ പാത്തജൻ്റെ എമൗണ്ട് എത്രത്തോളം ഉണ്ട്, ലെവൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ആ പ്രവലൻസിനെ പറ്റി, അതിനെ പറ്റി നോക്കുന്ന ഒരു ഇതിനെ, ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ്, ആ ഒരു അവസ്ഥയ്ക്ക് പറയുന്നത്, ആ ലെവലിന് പറയുന്ന പേരാണ് സെറോ പ്രവലൻസ് എന്ന്. ഓക്കെ, 1 word ആണ് കേട്ടോ, ഓർത്ത് വെച്ചോ, സെറോ പ്രവലൻസ് എന്ന വാക്ക്.
അടുത്തത് ക്ലാരിയൻ കോൾ. ക്ലാരിയൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയോ? ട്രംപറ്റ് അല്ലേ, ട്രംപറ്റ്. ഈ പറയുന്ന നമ്മുടെ ശംഖുലി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സംഭവമില്ലേ, ആ സംഭവം. ട്രംപറ്റ് എന്നാണ് ക്ലാരിയൻ എന്ന വാക്കിൻ്റെ, ക്ലാരിനെറ്റ് എന്നൊക്കെ കേട്ടിട്ടില്ല സാധനം. പക്ഷേ ക്ലാരിയൻ കോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫ്രേസ് ഫ്രം ക്ലാരിയൻ എന്ന വാക്കിൽ നിന്ന് വന്നൊരു ഫ്രേസ് ആണ്. ക്ലാരിയൻ കോൾ എന്ന് പറഞ്ഞാൽ എ സ്ട്രോങ്ലി എക്സ്പ്രസ് ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് ഫോർ ആക്ഷൻ. ഇതിപ്പോൾ ചെയ്തേ പറ്റുള്ളൂ, ഇത് ഇപ്പോൾ ചെയ്യേണ്ട, ഇപ്പോൾ അത് നടക്കണം, ഇറ്റ് മസ്റ്റ് ബി പുട്ട് ഇൻ ടു ആക്ഷൻ, ഇത് നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ഡിമാൻഡ് അല്ലെങ്കിൽ ഒരു റിക്വസ്റ്റ് ആണെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് എ ക്ലാരിയൻ കോൾ എന്ന് പറയാം. ഇറ്റ്സ് എ ക്ലാരിയൻ കോൾ, എ സ്ട്രോങ്ലി എക്സ്പ്രസ് ഡിമാൻഡ് ഓർ റിക്വസ്റ്റ് എന്നാണ് ക്ലാരിയൻ കോൾ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അടുത്ത വാക്ക് നോക്കി, ടേക്ക് ഓവർ. നമ്മൾ ടേക്ക് ഓവർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് ഞാൻ ടേക്ക് ഓവർ ചെയ്തോളാം അല്ലേ, ഇത് ഞാൻ ടേക്ക് ഓവർ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ യു ആർ അസ്യൂമിങ് ദ കൺട്രോൾ ഓഫ് സംതിങ്, എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ കൺട്രോൾ. ഇപ്പോൾ ടേക്ക് ഓവർ എ കിങ്ഡം, ടേക്ക് ഓവർ എ ഗ്രൂപ്പ്, ടേക്ക് ഓവർ എ പാർട്ടി, ടേക്ക് ഓവർ എ കൺട്രി, ടേക്ക് ഓവർ എ ടീം എന്നൊക്കെ പറയില്ലേ. അതായത് ഇപ്പോൾ ഉള്ള ആൾ ആരാണോ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് അയാളിൽ നിന്ന് കൺട്രോൾ കൈപ്പറ്റുക. ഇറ്റ്സ് നോട്ട് ഹാൻഡ് ഓവർ ഡിഫറെൻ്റ് ആണ്. ബട്ട് ടേക്ക് ഓവർ ചെയ്യുന്ന പറഞ്ഞാൽ ആ കൺട്രോൾ പിടിച്ചെടുക്കുക, അതിനെയാണ് ടേക്ക് ഓവർ എന്ന് പറയാം അല്ലേ. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ് ഈ ടേക്ക് ഓവർ. ഓരോ രാജ്യം ഓരോ രാജാക്കന്മാരായിട്ട് പിടിച്ചെടുക്കിയ കാര്യങ്ങളെപ്പറ്റി നമുക്കറിയാം അല്ലേ. സോ ടേക്ക് ഓവർ മീൻസ് അസ്യൂം കൺട്രോൾ ഓഫ് സംതിങ്. ഓക്കെ, അടുത്താണ് നമ്മൾ വായിച്ചിട്ടുള്ള ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ഫ്രേസാണ് ഇൻ ടാറ്റേഴ്സ്. ഇൻ ടാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടോൺ ഇൻ മെനി പീസസ്. നമ്മൾ ഒരുപാട് തവണ, എനിക്ക് തോന്നുന്നു 2-3 തവണ എന്തായാലും നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചായി ഇത് വീണ്ടും വന്നിട്ട്. ഇൻ ടാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടോൺ ഇൻ മെനി പീസസ്, ഒരുപാട് പീസുകളായിട്ട് ഇങ്ങനെ പിച്ച് ചീന്തി കിടക്കുന്ന ഒരു സംഭവം, അതിനെയാണ് ഇൻ ടാറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ, ദ കണ്ടീഷൻ ഓഫ് ദി ഓർ ദ പ്ലൈറ്റ് ഓഫ് ദി പീപ്പിൾ ഇൻ ഉക്രൈൻ ഈസ് ഇൻ ടാറ്റേഴ്സ് എന്ന് പറയാം. അതായത് പ്ലൈറ്റ് ഓഫ് ദി പീപ്പിൾ ഓഫ് ഉക്രൈൻ അല്ലെങ്കിൽ പ്ലൈറ്റ് ഓഫ് ദി ഉക്രൈനിയൻ പീപ്പിൾ ഈസ് ഇൻ ടാറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാകപ്പാട് ഒരു പിച്ച് ചീന്തപ്പെട്ട് കിടന്ന ഒരു അവസ്ഥയിൽ, അവരുടെ ലൈഫിൽ മൊത്തത്തിലല്ലേ ഒരു കുത്തഴിഞ്ഞ് കിടക്കുക. ഇപ്പം ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു ബിക്കോസ് ഓഫ് ദി വോർ ക്രൈസിസ് കാരണം. അതിന് ഇൻ ടാറ്റേഴ്സ്, ടോൺ ഇൻ മെനി പീസസ് എന്ന് പറയുന്ന ആ ഒരു അർത്ഥത്തിലാണ് കേട്ടോ, ഓർത്ത് വെച്ചോണം. ഓക്കെ, അടുത്തത് കോൾ അപ്പോൺ. കോൾ അപ്പോൺ 2 മീനിങ് ഉണ്ട്, 2 മീനിങ് ഞാനിവിടെ പറയാണ്. ബ്രിട്ടീഷ് ഇതിലെ കോൾ അപ്പോൺ എന്ന് പറഞ്ഞാൽ പേ എ വിസിറ്റ്, നമ്മളൊന്ന് ഒരാൾക്കൊരു വിസിറ്റ് ചെയ്യാം, അതിനാണ് ഈ പറയുന്നത് കോൾ അപ്പോൺ എന്ന് പറയാം. എന്നാൽ കോൾ അപ്പോണിന് വേറൊരു കാര്യം ഇവിടെ ഉണ്ട്, വി മേക്ക് യൂസ് ഓഫ് സംബഡി ആസ് എ ഹെൽപ്പ്. നമുക്കൊരു ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്, നമുക്കൊരു സഹായം ആവശ്യമുണ്ട്, അപ്പം നമ്മൾ അവരെ യൂട്ടിലൈസ് ചെയ്യാണ്, വി ആർ മേക്കിംഗ് യൂസ് ഓഫ് ദം, എങ്കിൽ ദാറ്റ് ഇസ് കോൾ അപ്പോൺ. യു കോൾ അപ്പോൺ സംബഡി എന്ന് പറയുമ്പോൾ യു നീഡ് എ ഹെൽപ്പ് ഫ്രം ദാറ്റ് പേഴ്സൺ ആൻഡ് യു ആർ കോളിംഗ് അപ്പോൺ ദാറ്റ് പേഴ്സൺ so that you are making use of that person's help. Okay, make use of someone, അതിനെയാണ്, അല്ലെങ്കിൽ സംതിങ് ഓർ someone or something രണ്ടും വരാം, അതിനെയാണ് കോൾ അപ്പോൺ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2 മീനിങ് ഓർത്ത് വെച്ചോളൂ, ഒന്ന് പേ എ വിസിറ്റ് അല്ലെങ്കിൽ മേക്ക് യൂസ് ഓഫ് someone or something. ഓക്കെ, 2 മീനിങ്. അടുത്തത് കോൾ ഔട്ട് ഫോർ സംതിങ്, കട്ട് ഔട്ട് ഫോർ സംതിങ്. കോൾ ഔട്ട് ഫോർ സംതിങ് അല്ല, കട്ട് ഔട്ട് ഫോർ സംതിങ്. നമുക്കറിയാം, യു ആർ കട്ട് ഔട്ട് ഫോർ ദിസ് ജോബ്. നിനക്ക് പറ്റിയതാ, നീ ഇതിന് പറ്റി, ഈ ജോബിന് പറ്റിയ ആളാണ്. You are apt for this, you are cut out for that, or you are suitable for that. നീ അതിന് പറ്റും. ഓക്കെ, you are cut out for being a good teacher or something like that എന്ന് പറയാം. നീ ആപ്റ്റ് ആണ്, ഒരു ടീച്ചർ ആകാൻ നീ ആപ്റ്റ് ആയ ആളാണ്, നീ സൂട്ടബിൾ ആണ് ഒരു ടീച്ചർ ആവാൻ വേണ്ടി, അങ്ങനെയൊക്കെ പറയില്ലേ. ദാറ്റ് ഈസ് കട്ട് ഔട്ട് ഫോർ സംതിങ്. ഓക്കെ, അടുത്തത് ലേൺ ദ റോപ്സ്. ലേൺ ദ റോപ്സ് എന്ന് പറഞ്ഞാൽ ലേൺ ടു ഡു സംതിങ്, ഒരു കാര്യം ചെയ്യാൻ പഠിക്കുന്നതിനെയാണ് നമ്മൾ പറയാം. ഒരു കാര്യം നന്നായിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുന്നതിന് പറയും ലേൺ ദ റോപ്സ്. ഇഡിയമാണ്, ഇഡിയമാറ്റിക് എക്സ്പ്രഷൻ ആണ് ലേൺ ദ മേക്ക് യൂസ് ആണ്. ഓക്കെ പാർവതി, ഇറ്റ്സ് മേക്ക് യൂസ്, ഞാനത് തിരുത്തേക്കാം. മേക്ക് യൂസ് ആണ് പറഞ്ഞപ്പം, അല്ല എഴുതിയപ്പം എറർ വന്നാണേ, ഞാൻ തിരുത്താം അത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ലേൺ റോപ്സ് അല്ലേ. അപ്പോൾ ലേൺ ദ റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേൺ സംതിങ്. അടുത്തത് ഫോൾ ഷോട്ട്. ഫോൾ ഷോട്ട് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ഫോൾ ഷോട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫോൾ ഷോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെയിൽ ടു മീറ്റ് എക്സ്പെക്ടേഷൻ അല്ലെ. നമ്മൾ ആരോ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ, അപ്പോൾ അത് നമ്മൾ മീറ്റ് ചെയ്യാൻ, ആ ഒരു എക്സ്പെക്ടേഷൻ, ആരുടെയും എക്സ്പെക്ടേഷൻ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു സേ ഫോൾ ഷോട്ട് അല്ലെ. യു ഫെയിൽ ടു മീറ്റ് സമൺസ് എക്സ്പെക്ടേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്. നമ്മളൊരാളുടെ സ്റ്റാൻഡേർഡോ, ഒരാൾ വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡോ അല്ലെങ്കിൽ എക്സ്പെക്ടേഷനോ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ യു ഫോൾ ഷോട്ട് എന്ന് പറയും. ഇഫ് യു ഫോൾ ഷോട്ട്, if you fail to meet the expectation, you will be expelled എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. So that's it. Okay, അപ്പോൾ മറക്കണ്ട, seroprevalence, clarion call, take over, in tatters, call upon, cut out for something, learn the ropes, fall short. ഇതാണ് നമ്മുടെ ഇന്നത്തെ idioms, one words and phrases. Okay, she learned the ropes of cooking. That's right, great, that's right. All right, let's start.
I mean, let's start with the synonyms and antonyms related words. Okay. അടുത്ത വാക്ക് is president. Synonym, ആദ്യത്തെ synonym ഇതാണ് president. നിങ്ങൾക്കറിയാം ഈ പ്രസിഡന്റ് ഞാൻ ഒരുപാട് തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ മോഡൽ, എക്സാമ്പിൾ, പാറ്റേൺ അല്ലെങ്കിൽ പാരഡൈം എന്നുള്ളതാണ്. വേറെ പ്രസിഡന്റ് ഉണ്ട് നമുക്കറിയാം, പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, പ്രസിഡന്റ്, പ്രിസൈഡ്, വൺ ഹു പ്രിസൈഡ്സ് ഓവർ എന്നുള്ളതാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആ വാക്ക് ഓർത്ത് വെച്ചോളാം. ഈ പ്രസിഡന്റും ആ പ്രസിഡന്റും രണ്ടാണ്. സോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പേ വന്ന ഒരു കാര്യമാണ്. ഇതിന് മുമ്പ് വന്ന ആളാണ്, ആളാകാം. എക്സാമ്പിൾ മാത്രമുള്ള എക്സംപ്ലർ എന്നൊരു യൂസേജും ഉണ്ട്. അതായത് നമുക്ക് മോഡലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മാതൃകയായ ഒരു മനുഷ്യനെ നമ്മൾ പറയും എക്സംപ്ലാർ. സോറി, രണ്ടും യൂസേജും കറക്റ്റ് ആട്ടോ. എക്സംപ്ലർ എന്ന് പറഞ്ഞാൽ മാതൃകയായിട്ട് നമുക്ക് മോഡൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ, വ്യക്തിക്ക് നമ്മൾ എക്സംപ്ലാർ എന്ന് പറയും. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അത് ഒരു ഐഡിയ അല്ലെ, കോൺസെപ്റ്റ് ആണ്. സോ മോഡൽ, എക്സാമ്പിൾ, പാറ്റേൺ, പാരഡൈം. ഇപ്പൊ നമുക്ക് നേരത്തെ വന്ന് നമ്മൾക്ക് വഴികാട്ടി തന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഉപയോഗിച്ച് നേരത്തെ നോക്കിയ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, ആ പാറ്റേൺ അല്ലെ പാരഡൈമിനെ നമ്മൾ വിളിക്കും പ്രസിഡന്റ് എന്ന് വിളിക്കും. ഓക്കെ, ഓൾറൈറ്റ്. അടുത്ത നോക്കിക്കേ, മാൻഡേറ്റ്. ഈ മാൻഡേറ്റ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാൻഡേറ്റ് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ മാൻഡേറ്ററി ഇതുമായിട്ട് ബന്ധമുണ്ടോ, പലപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. ഉണ്ട്, മാൻഡേറ്ററിക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട് അല്ലേ. കാര്യം എന്ന് വെച്ചാൽ നാളെ എക്സാം എഴുതാൻ പോകുന്ന നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ ചോദിക്കും, മിസ് മാൻഡേറ്ററി ആയിട്ട് എന്തൊക്കെയാണ് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ഇന്ന് നമ്മൾ പറയും, നമ്മൾ 7 മണിക്ക് ഒരു സെഷൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട് UDC എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ട്. കാരണം നമുക്ക് ESICയുടെ UDC എക്സാം ആണ് നാളെ ഉള്ളത്. മറ്റന്നാളെ സ്റ്റെനോടെ ഉണ്ട്. 26-ാം തീയതിയാണ് നിങ്ങളുടെ MTS എക്സാം, അറിയാലോ. അപ്പോൾ എന്തൊക്കെ കൊണ്ടുപോകണം, എങ്ങനെയാണ് ലാസ്റ്റ് പ്രിപ്പറേഷൻ അല്ലെ, ഫൈനലി നിങ്ങൾ പോകുന്നതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കില്ലേ. സോ യു ഹാവ് ടു ഡു സംതിങ് മാൻഡേറ്ററി, എസെൻഷ്യൽ ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. മാൻഡേറ്ററി അഡ്ജക്റ്റീവ് ആണ്. എസെൻഷ്യൽ എന്ന് പറയും, അല്ലെങ്കിൽ ബൈൻഡിങ് എന്ന് പറയും, അല്ലെങ്കിൽ കമ്പൽസറി എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഓക്കെ, കമ്പൽസറി അഡ്ജക്റ്റീവ് ആണ് ഈ മാൻഡേറ്ററി എന്ന് പറയുന്നത്. എന്നാൽ മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ വേർബാണ്, നൗണുമാണ്. നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാൻ പറ്റും മാൻഡേറ്റ്. അതായത് മാൻഡേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ, എന്തെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിറക്റ്റീവ്, നമുക്കൊരു ഡയറക്ഷൻ ആരെങ്കിലും എഴുതുന്ന ഡിറക്റ്റീവ് ആണ്. അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയില്ലേ, അതോറിറ്റി അല്ലെ, അതോറിറ്റി, അപ്രൂവൽ. അപ്പോൾ വേർബായിട്ട് പറയും അപ്രൂവ് ചെയ്യുക, ഓതറൈസ് ചെയ്യുക അല്ലെ, ഇൻസ്ട്രക്ട് ചെയ്യുക എന്നൊക്കെ പറയും മാൻഡേറ്റ്. മാൻഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ. അടുത്ത വാക്ക് ഇസ് ഫാസറ്റ്. ഫാസറ്റ് നൗണാണ്. ഫാസറ്റ് എന്ന് പറഞ്ഞാൽ സൈഡ്, ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു ആംഗിൾ, ഫാസറ്റ്. അല്ലെങ്കിൽ ദിസ് ഈസ് എ ഫാസറ്റ്, ദിസ് ഈസ് എ ഫാസറ്റ് ഓഫ് ദിസ് ഈസ് എ ഫാസറ്റ് ഓഫ് അവർ പ്രോഗ്രാം. ഇത് നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേക ഫീച്ചറാണ്, നമ്മുടെ പ്രോഗ്രാമിന്റെ ഒരു പ്രത്യേക ഒരു ആംഗിൾ ആണ്, അല്ലെങ്കിൽ പ്രത്യേക ഒരു ആസ്പെക്ട് ആണ്, ഡയമെൻഷൻ ആണെന്നൊക്കെ പറയില്ലേ. സോ ഫാസറ്റ് ഇസ് ആസ്പെക്ട്, ഫീച്ചർ, ഡയമെൻഷൻ, ആംഗിൾ, സൈഡ് എന്നൊക്കെ പറയും. ഫാസറ്റ് ഇസ് എ നൗൺ കേട്ടോ, ഓർത്ത് വെച്ചോണം, ഫാസറ്റ്. അടുത്ത വാക്ക് ഈസ് അഡ്വേഴ്സ്. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്വേഴ്സ് കണ്ടീഷൻസ് ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും, അഡ്വേഴ്സ് എഫക്ട്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. ഹാർംഫുൾ, അൺഫേവറബിൾ, അൺഫോർച്ചുനേറ്റ്, ടെറിബിൾ എന്നൊക്കെ നമുക്ക് പറയാം. അതേപോലെ അഡ്വേഴ്സ് കേൾക്കുമ്പോൾ ഓർത്തോണം, അഡ്വേഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന വേറൊരു അഡ്ജക്റ്റീവ് ഉണ്ട്, അവേഴ്സ്. അഡ്ജക്റ്റീവ് ആണ്. എഗൻസ്റ്റ്. ഒരു കാര്യത്തോട് നമ്മൾ കോൺട്രഡിക്ടറി ആയിട്ട് നിൽക്കുകയാണ്, നമുക്ക് അതിനോട് എഗൻസ്റ്റ് ആണെങ്കിൽ അവേഴ്സ്. ഇഷ്ടമല്ല, വി ഷോ സം ഡിസ്ലൈക്ക് ടുവേർഡ് സംതിങ് എങ്കിൽ അവേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായോ? ഡിസ്ലൈക്ക്, എഗൻസ്റ്റ് എന്നൊക്കെ അർത്ഥമാണ് അവേഴ്സ് എന്ന വാക്കിൻ്റെ അർത്ഥം. അഡ്വേഴ്സിന്റെ അർത്ഥം ഹാർംഫുൾ, അൺഫേവറബിൾ, അൺഫോർച്ചുനേറ്റ്, ടെറിബിൾ എന്നൊക്കെ പറയും. അപ്പൊ നിങ്ങൾ അഡ്വേഴ്സറി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അഡ്വേഴ്സറി അൺഫേവറബിൾ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ തന്നെ അഡ്വേഴ്സറി എന്ന വാക്കുകൂടെ ഒന്ന് മനസ്സിൽ വെച്ചോണം കേട്ടോ. അഡ്വേഴ്സറി എന്നൊരു വാക്ക്. ഓക്കെ, അഡ്വേഴ്സറി ആണെന്ന് പറഞ്ഞാൽ നൗൺ ആണ്. അഡ്വേഴ്സറി എന്ന് പറയുമ്പോൾ നൗൺ ആണ്. അതിന്റെ അർത്ഥം ഇതാണ്, ഒപ്പോണന്റ് ആണ് അല്ലെ. നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് ഒരാളെയാണല്ലോ അഡ്വേഴ്സറി എന്ന് പറയാം. ദാറ്റ് മീൻസ് ഹീസ് ആൻ ഒപ്പോണന്റ് ഓഫ് യോഴ്സ്. ഓക്കെ, കോമ്പീറ്റ് ചെയ്യുന്ന ആള് അല്ലെ, കോമ്പീറ്റ് ചെയ്യുന്ന ആള്, ആളെ നമുക്ക് വിളിക്കാം. അല്ലെങ്കിൽ ഒപ്പോണന്റിനെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് അഡ്വേഴ്സറി. ഓക്കെ, അപ്പോൾ അഡ്വേഴ്സ്, അഡ്വേഴ്സറി, അവേഴ്സ് എന്ന വാക്ക് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം. എല്ലാം കണക്റ്റഡ് വേർഡ്സ് ആണ് കേട്ടോ, ഇതെല്ലാം കണക്റ്റഡ് വേർഡ്സ് ആണ്. അടുത്ത വാക്ക് ഇസ് ഹെസിറ്റൻസി. ഹെസിറ്റൻസി എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ആണ്, അല്ലെങ്കിൽ ഹെസിറ്റേഷൻ ആണ്, വാസിലേഷൻ ആണ്, ഡൗട്ടാണ് നിങ്ങൾക്ക്. അയ്യോ അത് എടുക്കണോ വേണ്ടയോ, പോണോ വേണ്ടയോ, ചെയ്യണോ ചെയ്യണ്ടയോ,
ഒരു മടി, എന്താ ചെയ്യണം എന്ന് അറിയില്ലാത്തൊരു അവസ്ഥ. സോ യു ആർ സ്റ്റക്ക് ഇൻ സംവെയർ. അതിനെ നമ്മൾ പറയും ഡൗട്ട് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി, ഹെസിറ്റേഷൻ. അൺസർട്ടനിറ്റി ഒന്ന് ശ്രദ്ധിച്ചോണേ. അൺസർട്ടൻ കേട്ടി TY ഉള്ളൂ, ഐ ഇല്ല കേട്ടോ അവിടെ. അൺസർട്ടനിറ്റി, അൺസർട്ടനിറ്റി അല്ല അൺസർട്ടനിറ്റി. സോ ഹെസിറ്റേഷൻ, അൺസർട്ടനിറ്റി, ഡൗട്ട് or വാസിലേഷൻ എന്നൊക്കെ നമ്മൾ പറയും ഇപ്പം ഹെസിറ്റൻസി എന്ന വാക്കിന്. ഓക്കെ, ഹെസിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മടിച്ചു നിൽക്കല്ലേ. അപ്പം നമ്മൾ താല്പര്യത്തോടെ ഒരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ ഈഗർ അല്ല, ഈഗർനെസ് എന്ന് പറയും. ഈഗർനെസ് ആണ് ഹെസിറ്റൻസിയുടെ ശരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയാം. ഓക്കെ, യെസ്, ഓൾ റൈറ്റ്. അടുത്ത് നോക്കിക്കേ. പിന്നെ ഈ പ്രസിഡന്റ് എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ഉണ്ട് ആന്റിസിഡന്റ് അല്ലെ. ആന്റിസിഡന്റ് അതിന് ശേഷം, ഒരു കാര്യത്തിന് ശേഷം വരുന്നു. മുൻപ് എക്സാമ്പിൾ ആണ്, അത് മുമ്പ് കാണിച്ചൊരു കാര്യമാണ്. പ്രസിഡന്റ് ആണെങ്കിൽ അതിന് ശേഷം വരുന്ന ഒരു കാര്യത്തിന് നമ്മൾ ആന്റിസിഡന്റ് എന്ന് പറയും, അതിന് ശേഷം വരുന്നതിനെ. അതുപോലെയാണ് ഹെസിറ്റൻസിയുടെ ഓപ്പോസിറ്റ് ഈഗർനെസ് എന്ന് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ റിലേറ്റഡ് ആണ് കേട്ടോ, വളരെ സിമ്പിളായ കാര്യമാണ്. അതൊക്കെ റിലേറ്റഡ് ആണ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചോണം. ഒരു കാര്യം സിനിമ പഠിക്കുമ്പോൾ വളരെ വളരെ എന്താ പറയുക, ഇഷ്ടപ്പെട്ട് അത് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് പഠിക്കുക. ഒരു ഫ്ലോ ചാർട്ട് പോലെ പഠിക്കുക. ഇറ്റ്സ് ലൈക്ക് എ ഫ്ലോ ചാർട്ട്. അത് പഠിച്ചു വെച്ചാൽ നിങ്ങൾ മറക്കില്ല പിന്നെ. അതാണ് ഒരു പ്രത്യേകത. ഓക്കെ, യാ, ലെറ്റ്സ് സീ യുവർ സെന്റൻസസ്. ഓക്കെ, ഓൾ റൈറ്റ്. യെസ്, ഷീ ലേൺ ദ റോപ്സ് ഓഫ് കുക്കിംഗ് പറഞ്ഞത്. മൈ ഡോട്ടർ ടോൺ ദ പേജ് ഫ്രം ബുക്ക് ഇൻ ടാറ്റേഴ്സ്. ഓൾ റൈറ്റ്, കൊളവാക്കി അല്ലേ. ഓൾ റൈറ്റ്. ഹായ് അജിത്, good morning. Okay, all right. അടുത്തത്, the League of Nations be considered as a precedent for United Nations organization. Yes, okay. Election mandate, yeah, election instruction, election directive എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. It is mandate അല്ല, അവിടെ തെറ്റി. ഇപ്പൊ ചിപ്പി പോട്ടെ, നീതുവിടെ ഉപയോഗിച്ചേക്കുന്ന മാൻഡേറ്ററി ആണ്, ഇത് കമ്പൽസറി ആണ് എന്നുള്ള അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ അല്ലേ. മാൻഡേറ്റ് നൗണോ വെർബോ ആണ്. നമ്മൾ ഇറ്റ് ഇസ് കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് അല്ലേ വരണ്ടേ. ഇറ്റ് ഇസ് കമ്പൽസറി, ഇറ്റ് ഇസ് എസെൻഷ്യൽ, ഇറ്റ് ഇസ് ബൈൻഡിങ് ടു കീപ് സൈലൻസ് അറ്റ് hospital. It is mandate keep അല്ല, it is mandatory to keep silence at hospital. കേട്ടോ നീതു, mandatory to keep silence. Okay, അടുത്തത്, we are adversely affected അല്ല, we are adversely affected. അത് വേണ്ടേ, കാര്യം എന്തുകൊണ്ടാ? war sir adversely affect the okay we are war എന്നല്ല, people are ഇങ്ങനെ ഒന്നെങ്കിൽ ഇത് പറയണം, പാസീവായിട്ട് വേണ്ട ചിപ്പി കൊടുത്തെടുത്ത് തന്നെ ഞാൻ കറക്റ്റ് ആക്കി തരാം. People adversely affect wars adversely affect the life of people. അവിടെ ആറ് വേണ്ട, ആറിട്ട് കൊടുത്താൽ പാസിവൈസേഷനാ. പാസിവൈസേഷൻ എന്നാൽ എന്തോ ഒരു കാര്യം അഫക്റ്റ് ചെയ്തു, ആരെയോ അഫക്റ്റ് ചെയ്തു എന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ പറയണം, പീപ്പിൾ ആർ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ വാർസ് കൊടുക്കാം. പീപ്പിൾ ആർ അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ വാർസ് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? വാർസ് അഡ്വേഴ്സ്ലി അഫക്റ്റ്, ആർ അവിടെ വേണ്ട, adversely affect the lives of people. മനസ്സിലായോ? സെറ്റാണല്ലോ അല്ലേ? അതൊന്ന് ഓർത്തോണ ചിപ്പി. ഇംഗ്ലീഷ് സെപ്പറേറ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ടെലിഗ്രാം ഗ്രൂപ്പിൽ കണ്ടിരുന്നു. SSCGL സെപ്പറേറ്റ് ക്ലാസ് ഉണ്ടാവും, അതോ SCPSC എല്ലാം ഒരുമിച്ചാണോ? പ്രഭിജിത്ത്, എല്ലാത്തിനും ഒരുമിച്ച് ക്ലാസ്, അതായത് ബേസിക് ടു അഡ്വാൻസ്ഡ് ആണ്. 75+ hours ക്ലാസ് ഉണ്ട്. അതിൽ നമ്മൾ എല്ലാ ബേസിക് ടു അഡ്വാൻസ് കോൺസെപ്റ്റും പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ ഓരോ എക്സാമിനും വരുന്ന പാറ്റേൺ പഠിപ്പിക്കും. എറർ ഡിറ്റക്ഷൻ ആയിക്കോട്ടെ, നമ്മുടെ സെന്റൻസ് ഇംപ്രൂവ്മെന്റ് ആയിക്കോട്ടെ, സെന്റൻസ് റീഅറേഞ്ച്മെന്റ് ആയിക്കോട്ടെ, എല്ലാം എങ്ങനെയാണ് ടാക്കിൾ ചെയ്യേണ്ടതെന്നുള്ളതും പഠിപ്പിച്ചു വിടും. ലൈക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു കോംപ്രിഹെൻസീവ് ബാച്ചാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് നമ്മൾ ഓൾറെഡി കുട്ടികൾ പറഞ്ഞിരുന്നു, ഇംഗ്ലീഷിന് വേണ്ടി മാത്രം ഒരു ബാച്ച് വേണം. അപ്പോൾ ബേസിക് മുതൽ അഡ്വാൻസ് വരെ, ഇപ്പോൾ PSC പഠിക്കുന്നവർക്കാണെങ്കിലും SSC പഠിക്കുന്നവർക്കാണെങ്കിലും ആദ്യം മുതലൊന്ന് പഠിക്കാം, വളരെ ബേസ് ആയിട്ട്. അഷുറൻസ് തരാം, 100% അഷുറൻസ് തരാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ബേസിക് ടു അഡ്വാൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു പോകാൻ പറ്റും. നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബ് കേട്ടോ. വൊക്കാബിലും നമ്മൾ ഒരുപാട് ഇത് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ റൂട്ട് വേർഡ് ടെക്നിക്കും അതുപോലെ പ്രിഫിക്സ് സഫിക്സ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചു തരാം. എന്നിട്ട് നിങ്ങളത് നമ്മൾ പഠിക്കുമ്പോൾ സിനോണിംസും ആന്റണിംസും ഒക്കെ പഠിക്കുമ്പോൾ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കിയേ, ഇറ്റ് വുഡ് വർക്ക്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഡ്യൂറിംഗ് അഡ്വേഴ്സ് സിറ്റുവേഷൻസ് ഹി വാസ് എ പ്രസിഡന്റ് ടു മാൻഡേറ്റ് ഓൺ every facets. Okay, all right. We should look from all the facets before doing something. All right, all the aspects. It is mandated to produce all the original certificates at the time of interview. Yes. The adverse effect of war is unpredictable. Yes. Before take a decision അല്ല ചിപ്പി, ബിഫോർ എന്ന് പറയുന്നത് പ്രിപ്പോസിഷനാ. പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് വരണം. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നൗൺ ആകാം, പ്രൊനൗൺ ആകാം. അപ്പോൾ നൗൺ എന്ന് പറഞ്ഞാൽ വെർബൽ നൗൺ ഉണ്ടല്ലോ,
ജെറണ്ട് ഉപയോഗിക്കുക. അപ്പോൾ ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ, നോട്ട് ബിഫോർ ടേക്ക് എ ഡിസിഷൻ, ബിഫോർ ടേക്കിംഗ്. ബിഫോർ കഴിഞ്ഞിട്ട് ഒരിക്കലും വേർബ് വരാൻ പാടില്ല. പ്രപ്പോസിന് ശേഷം ഒബ്ജക്റ്റ്. അപ്പോൾ എന്ത് പറയണം? ബിഫോർ ടേക്കിംഗ് എ ഡിസിഷൻ യു ഷുഡ് തിങ്ക് ഇൻ വേരിയസ്, വി ഷുഡ് തിങ്ക് ഇൻ വേരിയസ്, think in അല്ല, we should think about various facets. Okay, we should think about various facets. Okay, the whole crowd made her hesitate to dance in the party. All right, the facet of IFFK is struggle and survive. Okay, the facet of IFFK is struggling and surviving. അതല്ലേ ബെസ്റ്റ് വേർഡ്? സ്ട്രഗിളും സർവൈവലുമാണ് അവരുടെ ആസ്പെക്ട്. അതാണോ? അങ്ങനെയാണെങ്കിൽ കൊടുക്കുക സ്ട്രഗിൾ ആൻഡ് സർവൈവ് അല്ല, സർവൈവിന്റെ നൗൺ കൊടുക്കുക. രണ്ടും നൗൺ ആണ് വേണമെങ്കിൽ സ്ട്രഗിൾ ആൻഡ് സർവൈവൽ, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കുക സ്ട്രഗ്ലിംഗ് ആൻഡ് സർവൈവിംഗ് കൊടുക്കുക. രണ്ടും കറക്റ്റാ. facet of IFFK is struggle and survival, or facet of IFFK is struggling and surviving. All right, there is hesitation to learn the ropes due to a clarion call. Okay, hesitation madi to learn the ropes, to learn something due to പക്ഷെ ഡ്യൂ ടു ക്ലാരിയൻ കോൾ പറയുമ്പോൾ ഇവിടെ ഹെസിറ്റൻസുമായിട്ട് ബന്ധമില്ല. ക്ലാരിയൻ കോൾ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റിക്വസ്റ്റ് ആണ്, പെട്ടെന്ന് തുടങ്ങണം, ആക്ഷനിലോട്ട് കൊണ്ടുവരണമെന്നാണ്. അപ്പോൾ എന്തായാലും അവിടെ ക്ലാരിയൻ കോൾ അവിടെ ഹെസിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അത് കോൺട്രഡിക്റ്റഡ് ആയിട്ട് വരും. അപ്പോൾ അതിൽ കറക്റ്റ് അല്ല കേട്ടോ പാർവതി. The end of ongoing conflict between Russia and Ukraine is in hesitancy. Yes. We used to make precedents of original scientific experiments in school labs. Yes. Yes, we do. There is a hesitancy that whether the vaccination create an adverse effect for children. Okay. ഒരു പ്രശ്നം ഉണ്ടല്ലോ നീതു, ദാറ്റ് എന്ന് പറയുന്നത് ഉറപ്പാ. അപ്പൊ പിന്നെ വെദർ എന്ന് പറഞ്ഞാൽ ഡൗട്ടാ. രണ്ടും കൂടെ ഒരുമിച്ച് വരുമോ? ദാറ്റും ഇഫും ഒരുമിച്ച് വരില്ല, ദാറ്റും വെദറും ഒരുമിച്ച് വരില്ല. അപ്പൊ ദർ ഇസ് എ ഹെസിറ്റൻസി വെദർ ദ വാക്സിനേഷൻ ക്രിയേറ്റ് ആൻ അഡ്വേഴ്സ് എഫക്ട് ഫോർ ചിൽഡ്രൻ എന്നാണ്. ദാറ്റ് അവിടെ വേണ്ട. ദാറ്റ് ആണെങ്കിൽ കൺഫേം ആണ്, ഉറപ്പാണെന്ന് അർത്ഥം. വി ആർ സർട്ടൻ ദാറ്റ്, വി ആർ ഷുവർ ദാറ്റ്. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ദർ ഇസ് എ ഹെസിറ്റൻസി, ദർ ഇസ് എ ഡൗട്ട്. അപ്പൊ പിന്നെ ഡൗട്ട് എന്ന സെന്റൻസിൽ ഒരിക്കലും ദാറ്റ് ഉപയോഗിക്കാൻ പാടില്ല. ഞാനത് കൃത്യമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദാറ്റ് ആസ് എ കൺജങ്ഷൻ, ഇഫ് ആസ് എ കൺജങ്ഷൻ ആൻഡ് വെദർ ആസ് എ കൺജങ്ഷൻ. അപ്പോൾ ദാറ്റ് അങ്ങ് കട്ട് ചെയ്തോളാം കേട്ടോ. ഒരിക്കലും ഡൗട്ട് എന്ന വാക്കിന്റെ കൂടെ അല്ല, ഡൗട്ട് വരുന്നുണ്ടെന്ന് പറയുന്ന സെന്റൻസിന്റെ കൂടെ ദർ ഇസ് നോ ഡൗട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് യു ആർ ഷുവർ, അപ്പോൾ ദാറ്റ് ഉപയോഗിക്കും. അപ്പോൾ അല്ലാതെ ഡൗട്ട് ഉണ്ട് എന്നുള്ള മീനിങ്ങിൽ നമ്മൾ ഒരിക്കലും ദാറ്റ് ഉപയോഗിക്കരുത് കേട്ടോ. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരിക്കലും ദാറ്റ് ഉപയോഗിക്കില്ല. കൺഫർമിറ്റി ഉണ്ടെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം. കൺഫർമേഷൻ ഉണ്ടെങ്കിൽ, സോറി കൺഫർമിറ്റി അല്ല കൺഫർമേഷൻ. ഐ തിങ്ക് വൺസ് എബിലിറ്റീസ് ഗ്രോൺ അപ്പ് ഇൻ അഡ്വേഴ്സ് കണ്ടീഷൻ. വൺസ് റെസ്പോൺസിബിലിറ്റീസ്, ഐ തിങ്ക് one's responsibilities are grown up in adverse, are grown up എന്നേക്കാൾ കുറച്ചുകൂടി നല്ലത് ഗ്രോൺ അപ്പ് എന്ന് പറഞ്ഞാൽ വളർത്തിയെടുക്കുക എന്നുള്ളതല്ല അർത്ഥം ഗ്രോ അപ്പ് എന്ന് പറയുമ്പോൾ. അപ്പൊ ഇങ്ങനെ കൊടുത്താൽ മതി. വൺസ് വണ്ണിന്റെ കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി ഉണ്ട്, വണ്ണ് കഴിഞ്ഞിട്ട് ഒരു അപ്പസ്ട്രോഫി കഴിഞ്ഞിട്ട് എസ് ഇടാവുള്ളേ. ഐ തിങ്ക് വൺസ് റെസ്പോൺസിബിലിറ്റി ഗ്രോ ഇൻ അഡ്വേഴ്സ് കണ്ടീഷൻസ്, അങ്ങനെ കൊടുക്കാം കേട്ടോ. ഐ തിങ്ക് വൺസ് റെസ്പോൺസിബിലിറ്റീസ് ഗ്രോ ഇൻ അഡ്വേഴ്സ് കണ്ടീഷൻ. ഓക്കെ, അങ്ങനെ കൊടുക്കാം കേട്ടോ. പാർവതി ശ്രദ്ധിക്കണേ. മാക്സ്വെൽസ് ഇക്വേഷൻ ഇസ് വൺ ഓഫ് ദ ഫാസറ്റ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. വേവ് ആണോ ഹരിയേ? വൺ ഓഫ് ദ കഴിഞ്ഞിട്ട് പ്ലൂറൽ കൊടുക്കണ്ടേ? വൺ ഓഫ് ദ ഫാസറ്റ്സ് ഉണ്ട്, സോറി ഉണ്ട്. വൺ ഓഫ് ദ ഫാസറ്റ്സ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആൻഡ് ദ ബെസ്റ്റ് പ്രസിഡൻസ് ആർ റേഡിയോ ആൻഡ് TV വേവ്സ്. ഓൾ റൈറ്റ്, ദാറ്റ്സ് റൈറ്റ്. സോറി കേട്ടോ, കറക്റ്റ് അത് ഫാസറ്റ്സ് ഉണ്ട് അവിടെ. ഞാൻ പെട്ടെന്ന് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കണ്ടപ്പം മറ്റേ ശ്രദ്ധിച്ചില്ല. ഷീ ഷോസ് ഹെസിറ്റൻസി വൈൽ ടേക്ക് എ ഡിസിഷൻ അല്ല, while she take a decision. while adjective ആയിട്ട് adjective പോട്ടെ, കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. she shows hesitancy while she takes a decision കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? she shows hesitancy while as a preposition കൊടുക്കാം കേട്ടോ. while എന്ന വാക്കിന്റെ പ്രത്യേകത വെച്ചാൽ അതിന് നമുക്ക് preposition ആയിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഒരു കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ കൺജങ്ഷൻ ആയിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ വേർബുമായിട്ടും വൈൽ ഉപയോഗിക്കുക, അത് വേറെ കാര്യം. അതിപ്പോൾ ഞാൻ പഠിപ്പിക്കുന്നില്ല. എന്തായാലും കൺജങ്ഷൻ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അതിന് ശേഷം ഒരു ക്ലോസ് വരണം, അതായത് സബ്ജക്റ്റ് പ്ലസ് വെർബ് കോംബോ വരണം. പ്രപ്പോസിഷൻ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ അതിനുശേഷം എന്ത് വരണം? ഒരു ഒബ്ജക്റ്റ് വരണ്ടേ. അത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പ്രപ്പോസിന് ശേഷം ഒബ്ജക്റ്റും കൺജങ്ഷന് ശേഷം ഒരു ക്ലോസ് ആ വരുന്നത്. അല്ലെങ്കിൽ പിന്നെ ആൻഡ് ഓളോ കൺജങ്ഷൻ ഉപയോഗിക്കുക, സെപ്പറേറ്റ് വേർഡ്സ് ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അപ്പോൾ വൈൽ ടേക്ക് ഡിസിഷൻ അല്ല, വൈൽ ടേക്കിംഗ് എ ഡിസിഷൻ. അപ്പോൾ തൊട്ടടുത്ത് ഒബ്ജക്റ്റ് വന്നു, ടേക്കിംഗ് എ ഡിസിഷൻ. അല്ലെങ്കിൽ വൈൽ ഷീ ടേക്സ് എ ഡിസിഷൻ. കേട്ടോ ചിപ്പി? ഒന്ന് പ്രത്യേകണേ. ഇറ്റ് ഇസ് അഡ്വേഴ്സ് not to take vaccines on time. It is adverse not to take vaccine on time. Okay, vaccines on time. All right. Yes, harmful ആണ് അല്ലേ? It's unfavorable ആണ്, unfortunate ആണ് എന്നുള്ളത്. Okay, moving on to next set. അടുത്ത സെറ്റിലോട്ട് പോട്ടെ.
ജെപ്പഡൈസ്. ജെപ്പഡൈസ് നമ്മൾ പറഞ്ഞു. ജെപ്പഡി എന്ന് പറയുന്ന നൗൺ ഉണ്ട് അല്ലേ? ജെപ്പഡി എന്ന് പറഞ്ഞ നൗൺ ഉണ്ട്. നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, നമുക്കറിയായിരിക്കും. ജെപ്പഡി എന്ന് പറഞ്ഞ നൗൺ ഉണ്ട്. ജെപ്പഡി നൗൺ ആണ്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഡേഞ്ചർ, റിസ്ക്, ത്രെറ്റ് എന്നൊക്കെ നമ്മൾ പറയും. പെറിൽ എന്നൊക്കെ പറയില്ലേ, ഇതാണ് നൗൺ. നമ്മളത് ഇതിൻ്റെയൊക്കെ മെനൈസ് ഒക്കെ പറയാം, ഒക്കെ നൗണാണ്. വേർബുമാണ് മെനൈസ്. അതുകൊണ്ടാണ് ജെപ്പഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എൻഡേഞ്ചർ ചെയ്യുക, റിസ്കിൽ കൊണ്ടിടുക. പുട്ട് സംതിങ് ഇൻ ഡേഞ്ചർ, പുട്ട് സംതിങ് ഇൻ റിസ്ക്, റിസ്ക് ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ത്രട്ടൻ ചെയ്യുക, ഇംപെറിൽ ചെയ്യുക, മെനൈസ് ചെയ്യുക. ഇതിൻ്റെയൊക്കെ വേർബ് ഫോർമുലേഷൻ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. റിസ്ക് ചെയ്യുക, എൻഡേഞ്ചർ ചെയ്യുക, മെനൈസ് ചെയ്യുക, ഇംപെറിൽ ചെയ്യുക. പെറിലിന്റെ വേർബ് ഫോർമുലേഷൻ ആണ് ഇംപെറിൽ. ത്രെറ്റിന്റെ വേർബ് ഫോർമുലേഷൻ ആണ് ത്രെറ്റൻ. ഡേഞ്ചറിന്റെ വേർബ് ഫോർമുലേഷൻ ആണ് എൻഡേഞ്ചർ എന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് എൻഡേഞ്ചേർഡ് സ്പീഷീസ് എന്ന് നമ്മൾ V3 ഉപയോഗിച്ച് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കില്ല, എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉപയോഗിക്കില്ല. അതാണ്. ഓക്കെ, അടുത്ത വാക്ക് ഈസ് പെർപ്ലെക്സിങ്. പെർപ്ലെക്സ് എന്ന് പറയുന്ന ഇതുണ്ട് കേട്ടോ, അഡ്ജക്റ്റീവ് ആയിട്ട് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇന്നത്തെ ഇതിൽ. പക്ഷെ വേർബ് ഉണ്ട് പെർപ്ലെക്സ് ചെയ്യുക, അതായത് കൺഫ്യൂസ് ചെയ്യുക, ബാഫിൾ ചെയ്യുക, പസിൽ ചെയ്യുക. പെർപ്ലെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെരി മച്ച് കൺഫ്യൂസിങ്, അതാണ് അർത്ഥം. അല്ലെങ്കിൽ ബാഫ്ലിംഗ് എന്ന് പറയാം, ഡീപ്ലി ബാഫ്ലിംഗ്, പസിലിംഗ്, വളരെയധികമായിട്ട് പസിലിംഗ് ചെയ്യിപ്പിക്കുന്ന, വെരി കൺഫ്യൂസിങ്, വെരി ബാഫ്ലിംഗ്, ഡീപ്ലി പസിലിംഗ് എന്നൊക്കെയാണ് പെർപ്ലെക്സിംഗ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി കൺഫ്യൂഷന്റെ കുറച്ചുകൂടി കൂടിയ ലെവലിനെയാണ് പെർപ്ലെക്സിംഗ് എന്ന് പറയാം കേട്ടോ. ഇപ്പൊ സിനോണിം ഇതാണ് കൺഫ്യൂസിംഗ്, ബാഫ്ലിംഗ്, പസിലിംഗ്. വേർബ് ഉണ്ട് പെർപ്ലെക്സ് ചെയ്യുക, കൺഫ്യൂസ് ചെയ്യുക, ബാഫിൾ ചെയ്യുക, പസിൽ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അടുത്ത വാക്ക് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്നൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഓർത്തോ, അവിടെ എന്തായാലും ഇത് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പൊ ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറയുന്ന ഒരു പ്രിഫിക്സ് ആണ്. അതിന് തൊട്ട് മുമ്പ് നോക്കി ഇന്നുണ്ട്. ഇന്നെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലിക്കബിൾ. അപ്പൊ എക്സ്പ്ലിക്കബിൾ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എക്സ്പ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്, അക്കൗണ്ടബിൾ ആയ സാധനം എന്നാണ്. അപ്പൊ ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന് പറഞ്ഞാൽ അൺഎക്സ്പ്ലെയിനബിൾ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് കനോട്ട് ബി അക്കൗണ്ടബിൾ, നമുക്കത് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് അൺഅക്കൗണ്ടബിൾ, അൺഎക്സ്പ്ലെയിൻഡ്, എക്സ്പ്ലെയിനബിൾ ആണ്. അതായത് കുറച്ചുകൂടെ കൺഫ്യൂസിംഗ് ആണ് സംഭവം എന്നർത്ഥം. എങ്ങനെ പറയാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഐ ഡോണ്ട് നോ ഹൗ ടു ടെൽ യു ദിസ്. ഇറ്റ് ഈസ് എൻ ഇൻഎക്സ്പ്ലിക്കബിൾ പ്രൊസീജിയർ എന്ന് വെച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നേ. ഇറ്റ് ഈസ് അൺഅക്കൗണ്ടബിൾ. മനസ്സിലായോ? ദാറ്റ് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത വാക്ക് ഒരു അഡ്ജക്റ്റീവായ ഇതിന്റെ കൂടെ നമ്മൾ LY ഇട്ട് കൊടുക്കുകയാണ്. യു ഗെറ്റ് എൻ അഡ്വേർബ്, അഡ്ജക്റ്റീവിന്റെ കൂടെ LY ഇട്ട് കൊടുക്കുമ്പോൾ ദാറ്റ് ഈസ് സ്റ്റാഗറിംഗ്ലി. ഇന്ന് സ്റ്റാഗറിംഗ്ലി ആണ് ഉപയോഗിച്ചേക്കുന്നത്. സ്റ്റാഗറിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. സ്റ്റാഗറിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം ഷോക്കിംഗ് ആണ്, അസ്റ്റോണിഷിംഗ് ആണ്, എക്സ്ട്രീം ആണ് എന്നൊക്കെ പറയില്ലേ, ഗ്രേറ്റ് ആണ്, ഹൈ ആണ് എന്നൊക്കെ പറയും. സോ സ്റ്റാഗറിംഗ്ലി മീൻസ് ഷോക്കിംഗ്ലി, അസ്റ്റോണിഷിംഗ്ലി, ഗ്രേറ്റ്ലി, ലാർജ്ലി, അല്ലേ, എക്സ്ട്രീംലി എന്നൊക്കെ പറയാം. ഓക്കെ, ഹൈലി, എക്സ്ട്രീംലി, ഗ്രേറ്റ്ലി, അസ്റ്റോണിഷിംഗ്ലി, ഷോക്കിംഗ്ലി എന്നൊക്കെയാണ് സ്റ്റാഗറിംഗ്ലി എന്ന വാക്കിന്റെ അർത്ഥം. LY ഇട്ട് കൊടുത്താൽ മതി അഡ്ജക്റ്റീവുകളുടെ കൂടെ കേട്ടോ. അടുത്ത വാക്ക് ഇസ് ഫാദം. ഫാദം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം, ഫാദം ഒന്ന് നിങ്ങൾക്ക് അറിയാം, നൗൺ ആയിട്ട് ഉപയോഗിക്കും. ദൂരത്തിന് ഒരു യൂണിറ്റ് പറയാണ്ട് ഫാദം അല്ലേ എന്ന് പറയാം. അതല്ലാതെ ഫാദത്തിന് വേർബ് ഫോർമുലേഷൻ ഇതാണ്, അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കുക, കോംപ്രിഹെൻഡ്. അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, കോംപ്രിഹെൻഡ് ചെയ്യുക, പിന്നെ അളക്കുക എന്നൊരർത്ഥം കൂടെ ഉണ്ട്. ടു കാൽക്കുലേറ്റ്, എസ്റ്റിമേറ്റ് ചെയ്യാം, ഡെസിഫർ ചെയ്യുക, എന്താ പറയുക, നമുക്കത് മനസ്സിലാക്കി എടുക്കുക. ഡെസിഫർ, എസ്റ്റിമേറ്റ്, കോംപ്രിഹെൻഡ്, അണ്ടർസ്റ്റാൻഡ് എന്ന ഫാദം എന്ന വാക്കിന്റെ അർത്ഥം. ഓൾ റൈറ്റ്, ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ സെന്റൻസ്. മെഡിക്കൽ ഹിസ്റ്ററി ഈസ് എ സിഗ്നിഫിക്കൻറ്റ് ഫാസറ്റ് in diagnosis. Sometimes we are hesitating to share them with doctors. Yes, I'm very much perplexed. Correct ആണ്, very much correct കേട്ടോ ആര്യ. I'm very much perplexed. ഞാൻ ഒരുപാട് perplexed ആണ്, സത്യമാണ്. Okay, correct sentence ആണ്. Hesitancy by the world leaders to discuss Russia's invasion. Hesitancy by the world leaders to discuss Russia's invasion. Discuss എന്ന വേർബിന്റെ അർത്ഥം ഇസ് എ ട്രാൻസിറ്റീവ് വേർബ്. അതിനുശേഷം കറക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ആണ്. ഡിസ്കസ് ഓൺ എന്ന് ഒരിക്കലും വരില്ല കേട്ടോ രമ്യ. സോ അതിനുശേഷം ഡിസ്കസ് ഓൺ കട്ടിയ റഷ്യാസ് ഇൻവേർഷൻ. ഡിസ്കസ് റഷ്യാസ് ഇൻവേർഷൻ. മേക്ക് ദി അതൊരു പ്രശ്നമുണ്ട്. മേക്ക് അല്ല, മേക്ക് ദ വേർഡ് മോർ കോംപ്ലിക്കേറ്റഡ് അല്ല, മേക്സ്. കാരണം ഹെസിറ്റൻസി ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഹെസിറ്റൻസി എന്ന സബ്ജക്റ്റ് അനുസരിച്ച് വേണ്ട വെർബ് കൊടുക്കാൻ. അപ്പോൾ വേർബ് എന്താണ്? മേക്ക് ആണ് ഇവിടുത്തെ വേർബ്. അപ്പോൾ അത് കൊടുക്കണം മേക്സ് കേട്ടോ. ഹെസിറ്റൻസി ബൈ ദ വേൾഡ് ലീഡേഴ്സ് ടു ഡിസ്കസ് റഷ്യാസ് ഇൻവേർഷൻ മേക്സ് ദി വാർ മോർ
complicate. Okay, fundamental rights protect people from double jeopardy. Yes. The lockdown imposed during pandemic made the life of common people in jeopardy. Yes. I understand you prefer reading books which are lucid to perplexing ones, which is definitely explicable. Great, Sophie, great. Human activities jeopardize the existence of other living organisms in Earth, on Earth. Earthil നമ്മളിപ്പോൾ വി ലിവ് ഓൺ എർത്ത് ആണ്. വി വിൽ നെവർ സേ വി ലിവ് ഇൻ എർത്ത്. എർത്തിന്റെ ഉള്ളിലല്ല. എർത്ത് എന്ന് പറയുമ്പോൾ തന്നെ കണ്ടോ, റൗണ്ട് ഒരു ഗോളമല്ലേ, ആ ഗോളത്തിന് മുകളിലാണ് നമ്മളൊക്കെ താമസിക്കുന്നത്, ഉള്ളിലല്ല. യു കെ നോട്ട് ഗോ ഇൻ ടു എർത്ത്, യു ക്യാൻ ഡിഗ് ദ എർത്ത്. ഐ എം ഡിഗിങ് ഇൻ എർത്ത് പറയോ, ദാറ്റ്സ് റൈറ്റ്. ഒരിക്കലും പറയില്ല ഇൻ എർത്ത്. വി ലിവ് ഇൻ എർത്ത് അല്ല, വി ലിവ് ഓൺ എർത്ത് കേട്ടോ സീന, ഒന്ന് കറക്റ്റ് ആക്കണേ. പിന്നെ എക്സിസ്റ്റൻസിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണം. EXISTENC ആണ് എക്സിസ്റ്റൻസ്, നോട്ട് ANC. ENC ആണ് എക്സിസ്റ്റൻസ്. അതുപോലെ തന്നെ ഓൺ എർത്ത് ആണ്, നോട്ട് ഇൻ എർത്ത്. ഓക്കെ, ദ മൂവി വാസ് ഇൻഎക്സ്പ്ലിക്കബിൾ അല്ലെ, ദ മൂവി വാസ് ഇൻഎക്സ്പ്ലിക്കബിൾ. ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? ഓ ഗോഡ്, ദാറ്റ് വാസ് ഇൻഎക്സ്പ്ലിക്കബിൾ. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇറ്റ്സ് ബിയോണ്ട് മൈ വേർഡ്സ് അല്ലെ, ബിയോണ്ട് വേർഡ്സ്. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് ഹാവ് വേർഡ്സ് ടു എക്സ്പ്രസ് ദാറ്റ്. ദാറ്റ്സ് വാട്ട് ഇൻഎക്സ്പ്ലിക്കബിൾ ഈസ് അല്ലെ. യാ. Okay, I'm a little bit perplexing about grown-up word. Grown-up word, മനസ്സിലായില്ല. Are you really confused about? You mean you are confused about അല്ലേ? ഇപ്പോഴും കൺഫ്യൂസിങ് ആണെന്നാണോ, അതോ കൺഫ്യൂസ്ഡ് ആണ് എന്നാണോ? അപ്പോൾ you guys, I am little bit confused. I am a little bit perplexed about grown-up word. Grow up എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗ്രോ അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വളരുക അല്ലേ. ഗ്രോൺ അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നൗൺ ആയിട്ട് ഉപയോഗിക്കും. ഗ്രോണപ്സ് ആണ് എന്ന് പറയില്ല. മൂവിയൊക്കെ ഉണ്ട് ഗ്രോണപ്സ് എന്ന മൂവി, ആഡം സാൻഡലറിന്റെ ഒക്കെ. സോ ഗ്രോൺ അപ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം വളർന്നത് എന്നാണ് അർത്ഥം. സോ ഗ്രോ അപ്പിന്റെ അതാണ് യൂസേജ് ആണ്. A perplexing nature made the interview board irritant. All right, that's it. Don't jeopardize your life and career by joining in criminal activities. Okay, join in പറഞ്ഞാലും കറക്റ്റ് ആണ്. വെറും ജോയിനിങ് പറഞ്ഞാൽ ട്രാൻസിറ്റീവ് ആയിട്ട് ഇൻട്രാൻസിറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. സോ ജോയിനിങ് ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെങ്കിലും കുഴപ്പമില്ല, ജോയിനിങ് ഇൻ ആണെങ്കിലും കുഴപ്പമില്ല. Okay, the reason war affects inexplicable humans. Unexplainable. അവിടെ മീനിങ് അത് കറക്റ്റ് വരില്ലല്ലോ ജിഷ്ണുവേ. The reason war affects inexplicable, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഹ്യൂമൻസോ. ഇങ്ങനെ കൊടുത്തോ, ന്യൂമറസ് ഹ്യൂമൻസ് കൊടുത്തോ. ഒരുപാട് ഹ്യൂമൻസിനെ ആണെങ്കിൽ ന്യൂമറസിന് കൊടുത്തോ. ഇൻഎക്സ്പ്ലിക്കബിൾ ഹ്യൂമൻസ് എന്ന് പറയില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഹ്യൂമൻസ് എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി? അപ്പോൾ യൂസേജ് തെറ്റായിപ്പോയി, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അത് അഡ്ജക്റ്റീവിന്റെ ഫോർമുലേഷൻ നമ്മൾ ഇൻഅപ്രോപ്രിയേറ്റ് അഡ്ജക്റ്റീവ് ഇട്ട് കൊടുത്താൽ മാർക്ക് പോകുന്നേ. അതാണ് ജിഷ്ണു പ്രശ്നം. ഓക്കെ, അടുത്ത സെന്റൻസിലോട്ട് പോട്ടെ, അടുത്ത സെറ്റിലോട്ട് പോട്ടെ. ജെറ്റിസൺ ഇന്നും ഉണ്ട് കേട്ടോ, ജെറ്റിസൺ. അപ്പോൾ ഇന്നലത്തെ ജെറ്റിസൺ ഇന്നും ഉണ്ട് ജെറ്റിസൺ. അപ്പോൾ ജെറ്റിസൺ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, എസ്പെഷ്യലി ഷിപ്പിൽ നിന്നോ ഫ്ലൈറ്റിൽ നിന്നോ നമ്മളെ പുറത്താക്കുന്നതിനാണ് ജെറ്റിസൺ എന്ന് പറയാം. ഇപ്പോൾ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കും, എല്ലായിടത്തും ജെറ്റിസൺ ഉപയോഗിക്കുന്നുണ്ട്. സോ ജെറ്റിസൺ മീൻസ് ത്രോ ഔട്ട്, ടോസ് അവേ, ഡ്രോപ്പ്, ഡിസ്പോസ്, എക്സ്പെൽ ചെയ്യുക, പുറത്താക്കാം. എക്സ്പെൽ, ഡിസ്പോസ്, ഡ്രോപ്പ്, ടോസ് അവേ, ത്രോ ഔട്ട്, ഇതൊക്കെ സിനോണിംസ് ആണ് കേട്ടോ. ഇരിക്കട്ടെ. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഫാദം ഓഫ് മൈ ഫീലിംഗ്. ഇല്ലില്ല, അങ്ങനെ പറയില്ല. പ്ലീസ് ട്രൈ ടു ഫാദം മൈ ഫീലിംഗ് എന്ന് പറഞ്ഞു ആര്യ. കാരണം ഫാദം എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് എന്ന അർത്ഥം കേട്ടോ. അല്ലാതെ ഫാദം എന്ന് പറയുന്നത് നമ്മൾ ഒരു യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആയിട്ട് പറയുന്നുണ്ട്. യൂണിറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയും, ഫാദം ഡിസ്റ്റൻസ് എന്ന് പറയും അല്ലേ, ഫാദം എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ പിന്നെ ഫാദം ഓഫ് മൈ ഫീലിംഗ്സ് എന്ന് നമ്മൾ പറയില്ല. യു ക്യാൻ സേ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ഫാദം ഓഫ് മൈ ഫീലിംഗ്സ് പറയില്ല. ഒരു ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് മെഷർമെന്റ് ആണ് ഫാദം. 18 ഫാദംസ് 19 ഫാദംസ് എന്നൊക്കെ പറയില്ലേ, അത്. സോ ഫാദം എന്ന് പറയുന്നത് ഇവിടെ യൂസേജ് കറക്റ്റ് അല്ല. ഓക്കെ, അത് ശ്രദ്ധിക്കില്ലേ. സോ പ്ലീസ് ട്രൈ ടു ഫാദം മൈ ഫീലിംഗ്സ് കൊടുത്തു. That incident can be staggering one. Okay, the incident can be shocking one, of course. അടുത്ത റേജിങ്. റേജ് ചെയ്യുക അല്ലെ. റേജ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ടും വേർബ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വേർഡാണ് റേജ് എന്നുള്ളത് കേട്ടോ. എന്നാൽ റേജിങ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, റേജ് എന്ന് പറയുന്നത് ആങ്കർ അല്ലെ, റേജ്, ടെമ്പർ, ആങ്കർ എന്നൊക്കെ നമുക്ക് പറയാം, വേർബ് ആയിട്ടും പറയാം അല്ലെ. കേട്ടിട്ടുണ്ടല്ലോ, ടെമ്പർ ഭയങ്കര ദേഷ്യം എന്നൊക്കെ അർത്ഥമാണ്. അപ്പോൾ അതിൻ്റെ വേർബ് ഫോർമുലേഷൻ എന്താ? ബി ആംഗ്രി അല്ലെ, ഭയങ്കര ദേഷ്യപ്പെടുക. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ റേജിങ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ നമ്മൾ പറയുമ്പോൾ സിവിയർ ആണ്, എക്സ്ട്രീം ആണ്, സ്ട്രോങ് ആണ്, വയലന്റ് ആണ് എന്നൊക്കെയാണ് റേജിങ് എന്ന വാക്കിന്റെ അർത്ഥം. റേജിങ് ഇസ് എൻ അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് അർത്ഥം ഇവിടെയാണ് സിവിയർ ആണ്, സ്ട്രോങ് ആണ്, എക്സ്ട്രീം ആണ്, വയലന്റ് ആണ് എന്നാണ് റേജിങ് എന്ന് പറയുന്ന അർത്ഥം.
ഓക്കെ, ഇറ്റ് വുഡ് ഹാവ് റേജിങ് റെപ്പർക്കഷൻസ്, ഒരുപാട് റെപ്പർക്കഷൻസ് ഉണ്ടാവും എന്ന് പറയില്ല, അതാണ് റേജിങ് എന്നുള്ള യൂസ്. ഓക്കെ, അടുത്ത വാക്ക് ഈസ് ഓത്ത്. ഓത്ത് നിങ്ങൾക്കറിയാം, ഓത്ത് ചെയ്യുക അല്ലെ, ഓത്ത് അല്ലെ. ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമ്മളൊരു മന്ത്രിസ്ഥാനത്തോട്ട് ഏറ്റെടുക്കുമ്പോൾ നമ്മളൊരു ഓത്ത് ഉണ്ട് അല്ലെ, ഒരു ഓത്ത് ഉണ്ട്. എന്താ ഓത്ത് എന്ന് പറഞ്ഞാൽ? ഇറ്റ്സ് എ വവ്. അത് നിങ്ങളുടെ ഒരു പ്രോമിസ് ആണ്, നിങ്ങളുടെ പ്രതിജ്ഞയാണ്. പ്ലെഡ്ജ്, പ്രോമിസ്, വേർഡ്. വേർഡ് എന്ന് പറഞ്ഞാൽ വാക്ക്, വേർഡ് അല്ലേ, രണ്ട് വേർഡ് ഉണ്ട്. ഈ വേർഡ് അൺകൗണ്ടബിൾ നൗൺ ആണ് കേട്ടോ. ഈ വേർഡ് ഇസ് അൺകൗണ്ടബിൾ നൗൺ. അപ്പൊ അൺകൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മൈ പ്രോമിസ്, ഇറ്റ്സ് മൈ വേർഡ്, ഇറ്റ്സ് മൈ വേർഡ്, ഇറ്റ്സ് മൈ പ്രോമിസ്. അതൊരു അൺകൗണ്ടബിൾ നൗൺ ആണ് കേട്ടോ. ക്യാൻ യു ഗിവ് മീ യുവർ വേർഡ് എന്ന് ചോദിക്കാം. അല്ലാതെ നമ്മൾ വേർഡ് എന്ന് പറയുന്ന വേർഡില്ലേ, ഒരു വേർഡ്, രണ്ട് വേർഡ്, വേർഡ്സ് പറയില്ല, വാക്കുകൾ, അത് വേർഡ്സ് കൗണ്ടബിൾ ആണ്. ബട്ട് ഈ വേർഡ് അൺകൗണ്ടബിൾ ആണ്. ദാറ്റ് മീൻസ് പ്രോമിസ്, പ്ലെഡ്ജ് അല്ലെങ്കിൽ വോവ്, ഓത്ത് എന്നൊക്കെ പറയും. ഓക്കെ, അടുത്തത് എൻക്യാപ്സുലേറ്റ് ചെയ്യാം. അതായത് എൻക്യാപ്സുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്ന് വരുന്നത്? ക്യാപ്സ്യൂൾ ചെയ്യുക എന്ന് പറയില്ലേ. ഒന്ന് ക്യാപ്സ്യൂൾ രൂപത്തിലൊന്ന് പറയാൻ പറ്റുമോ? എൻക്യാപ്സുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ക്യാപ്സ്യൂൾ രൂപത്തിൽ പറയാൻ പറ്റുമോ? അതായത് ക്യാപ്സ്യൂൾ രൂപത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മെയിനായിട്ട് സാധനത്തിന് നമ്മൾ ഷോർട്ട് ആക്കുന്നു അല്ലേ. നമ്മളോട് പറയില്ലേ, സിറപ്പ് കുടിച്ചാലോ? അയ്യോ സിറപ്പ് എനിക്ക് പറ്റില്ല, സിറപ്പ് എന്നെ കൊണ്ട് പറ്റത്തില്ല. ഓക്കെ, എന്നാൽ ഞാനൊരു ക്യാപ്സ്യൂൾ തരാം. ഓക്കെ, ക്യാപ്സ്യൂൾ ഫോമിൽ തരാം എന്നൊക്കെ പറയില്ലേ. നമ്മൾ ഈ ബാങ്കിങ് എക്സാം ഒക്കെ പഠിക്കുന്നവർക്കറിയാം, ക്യാപ്സ്യൂൾ രൂപത്തിൽ നിങ്ങൾ GK പഠിച്ചു നോക്കും അല്ലേ. ക്യാപ്സ്യൂൾസ് ഉണ്ട്, GK ക്യാപ്സ്യൂൾസ് ഒക്കെ അവൈലബിൾ ആണ്. സോ GK ക്യാപ്സ്യൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിന്റെ സമ്മറി, ഷോർട്ട് ആയിട്ടുള്ള സമ്മറി നിങ്ങൾക്ക് കിട്ടും. ഏറ്റവും മെയിൻ പോയിന്റ്സ് കിട്ടുന്ന, ഏറ്റവും എന്താ പറയാ, ജിസ്റ്റ് കിട്ടുന്നുണ്ട്. എൻക്യാപ്സുലേറ്റ് എന്ന് പറഞ്ഞാൽ യു ആർ സമറൈസിങ് ഇറ്റ്, ഷോർട്ടനിങ് ഇറ്റ് ഇൻ ടു ദ ബേസിക് പോയിന്റ്സ്. അബ്രിച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, യു ആർ ഷോർട്ടനിങ് ഇറ്റ് ടു ദ മേജർ പോയിന്റ്സ്. ആ മേജർ പോയിന്റ്സ് ഉള്ള ആവശ്യമുള്ളത് മാത്രം നമ്മൾ ഷോർട്ടൻ ചെയ്തെടുക്കുന്നതിനെ നമ്മൾ പറയും എൻക്യാപ്സുലേറ്റ് ചെയ്യാന്ന് പറയും, സമ്മറൈസ് ചെയ്യാന്ന് പറയും, അല്ലെങ്കിൽ അബ്രിച്ച് ചെയ്യാന്ന് പറയും. അതേ സാധനത്തിൽ തന്നെ നമുക്ക് പറയാം എൻക്യാപ്സുലേറ്റ് ചെയ്യുക, ഒരു ക്യാപ്സ്യൂൾ ഇതാക്കുക, എൻക്ലോസ് ചെയ്യുക, എൻകേസ് ചെയ്യുക എന്ന് പറയാൻ പറ്റും അല്ലേ. അതിനെ ഒന്ന് എൻകേസ് ചെയ്യുക, ഒരു ബൗണ്ടറിയിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു കേസിൽ ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കുക, അതിനെയാണ് കേസ് ചെയ്ത് വെക്കുക. അതിന് എൻകേസ്, എൻക്ലോസ് എന്ന വാക്കുമുണ്ട് എൻക്യാപ്സുലേറ്റിന്. രണ്ട് മീനിങ് ഉണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. എൻക്യാപ്സുലേറ്റ് മീൻസ് സമ്മറൈസ്, അബ്രിച്ച് ഒന്ന്, രണ്ടാമത്താണ് എൻക്ലോസ്, എൻകേസ് എന്നുള്ള മീനിങ്. ഓക്കെ, രണ്ട് മീനിങ്, രണ്ട് ടൈപ്പ് മീനിങ് ആണ്. അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് എഴുതിയേക്കുന്നത്, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം. സോ ദാറ്റ്സ് ഡൺ അല്ലേ, അത് മനസ്സിലാക്കി കാണും ഒരിക്കലും. അടുത്ത വാക്ക് ഡെക്കഡൻസ് ആണ്. ഈ ഡെക്കഡൻസ് എന്ന വാക്ക് നിങ്ങൾ ഈ പറയുന്ന ഡോക്ടർ ഫോസ്റ്റസ് പോലെയുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കുറച്ചുകൂടെ നന്മ തിന്മ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ള എന്തെങ്കിലും ഒരു ബിബ്ലിക്കൽ കൊണോട്ടേഷനിലുള്ള എന്തെങ്കിലും മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡെക്കഡൻസ് എന്ന വാക്ക്. അപ്പോൾ ഡെക്കഡൻസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഡിസിപ്പേഷൻ എന്നൊക്കെ പറയും, ഡിപ്രൈവിറ്റി, മോറൽ ഓർ കൾച്ചറൽ ഡിക്ലൈൻ. മോറലിയും കൾച്ചറലിയും നിങ്ങൾ ഡിക്ലൈൻ, നശിച്ചിരിക്കുന്ന നാശം, അതിനെയാണ് ഡെക്കഡൻസ് എന്ന് പറയാം. ഓക്കെ, അങ്ങനെ എന്താ പറയില്ല. അതായത് നമ്മൾ മൊത്തം എന്തുകൊണ്ടാണ് മോറലി കൾച്ചറൽ ഡിക്ലൈൻ നടക്കുന്നത്? ബിക്കോസ് യു ആർ ടു മച്ച് ഇൻ ടു ലക്ഷറി കേട്ടോ, ടു മച്ച് ഇൻ ടു പ്ലഷർ ആൻഡ് ലക്ഷറി, അതിനെ ഡെക്കഡൻസ് എന്ന് പറയും. അപ്പോൾ മോറൽ അല്ലെങ്കിൽ കൾച്ചറൽ ഡിക്ലൈനാണ് ഡെക്കഡൻസ് എന്ന് പറയുന്നത്. ഡിപ്രൈവിറ്റി, ഡിസിപ്പേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. അതായത് എക്സസീവ് പ്ലഷർ ആൻഡ് ലക്ഷറി തേടി പോകുന്നതിനെ, അങ്ങനെ ഒരു നാശത്തിനാണ് ഡിസിപ്പേഷൻ എന്ന് പറയാം. സോ ഡിസിപ്പേഷൻ, ഡിപ്രൈവിറ്റി, അതുപോലെ മോറൽ ഓർ കൾച്ചറൽ ഡിക്ലൈൻ എന്നൊക്കെയാണ് ഈ പറയുന്ന ഡെക്കഡൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. കൂടുതലായിട്ട് ലൗകിക സുഖ സമൃദ്ധിയിൽ നമ്മൾ തേടി നാശം വരുന്നു, അതിനെയാണ് ഈ പറഞ്ഞ ഡെക്കഡൻസ് എന്ന വാക്ക് പറയാം കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്, അടുത്ത് നോക്കിക്കോ. അടുത്ത വാക്ക് ഈസ് വൈസ്. സോറി, ഇതാണ് ഡെക്കഡൻസ്. അപ്പോൾ ഇത് നിങ്ങളെല്ലാം നോക്കിക്കോ, അതൊന്ന് നോട്ട് ചെയ്തോ, അപ്പോഴേക്കും ഞാൻ നിങ്ങളുടെ സെന്റൻസ് വായിക്കാം. ഓക്കെ, യെസ്. Zelensky's non-friendly relationship between Russia might be ബിറ്റ്വീൻ റഷ്യ എന്ന് പറയോ? സെലൻസ്കിയുടെ റിലേഷൻഷിപ്പ് വിത്ത് റഷ്യ പറ, ഇല്ലെങ്കിൽ ബിറ്റ്വീൻ ആര്, രണ്ടുപേര് തമ്മിലാണെങ്കിൽ രണ്ട്, ബിറ്റ്വീൻ ആര്? സെലൻസ്കിയുടെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇതെന്ന് പറയില്ല. മൈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു എന്ന് പറയില്ല. മൈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് ഹിം, അവനും നീയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, രണ്ടുപേരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലല്ലേ ബിറ്റ്വീൻ പറയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പറയണം, സെലൻസ്കീസ് നോൺ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് റഷ്യ മൈറ്റ് ബി ജെപ്പഡൈസ്ഡ്. മൈറ്റ് ബി ജെപ്പഡൈസ്ഡ് കൺട്രി അല്ല, മൈറ്റ് ജെപ്പഡൈസ് ദ കൺട്രി. ജെപ്പഡൈസ്ഡ് അല്ല കേട്ടോ, മൈറ്റ് ബി ജെപ്പഡൈസ്ഡ് അല്ല, ബീയും കട്ടിയ SCDയും കട്ടിയ കേട്ടോ. ഇങ്ങനെ കൊടുക്കണേ നീത്തു. സെലൻസ്കീസ് നോൺ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് വിത്ത് റഷ്യ മൈറ്റ് ജെപ്പഡൈസ് ദ കൺട്രി, അത് ജെപ്പഡൈസ് ചെയ്യും, റിസ്ക് ചെയ്യും കൺട്രി, ഹാം ചെയ്യും കൺട്രി എന്നാണ് അർത്ഥം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കണേ അതൊന്ന്. ഓക്കെ, അടുത്തത്, കാരണം മൈറ്റ് ബി ജെപ്പഡൈസ് പാസീവ് വോയിസ് ആയി. മൈറ്റ് ബി ജെപ്പഡൈസ് എന്ന് പറയുമ്പോൾ
അതിൽ കൺട്രിയെ ജെപ്പഡൈസ് ചെയ്യുക എന്നുള്ള സ്ട്രേറ്റ് ആക്റ്റീവ് വോയിസ് അവിടെ കൊടുത്തേക്കുന്നത്, പാസീവ് അല്ല. അപ്പോൾ അത് ഗ്രാമാറ്റിക്കലി എററാണ്, അതുകൊണ്ടാണ്. അടുത്തത് ജെഡിസൺ ഓഫ് എ ക്രിമിനൽ മെയ്ഡ് ദ ജെഡിസൺ ഓഫ് എ ക്രിമിനലോ, ജെഡിസണിങ് ഓഫ് എ ക്രിമിനൽ കേട്ടോ. സീനയ്ക്ക് അത് നൗണായിട്ട് ഉപയോഗിക്കണോ എങ്കിൽ സീന ഉപയോഗിക്കേണ്ട വാക്ക് എന്താണെന്നറിയോ ഉപയോഗിക്കേണ്ട വാക്ക് ദാ ജെഡിസണിങ്. ജെറണ്ട് കൊടുക്ക്, ജെഡിസണിങ്, ത്രോയിങ് ഔട്ട് ഓഫ് എ സിറ്റിസൺ. അപ്പൊ ജെറണ്ടായി. അത് നിങ്ങൾക്ക് നൗണായിട്ടും അല്ലെങ്കിൽ നോൺ ഫോർമുലേഷൻ, അതായത് സബ്ജക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിച്ചോന്നേ ജെറണ്ടായിട്ട്. ജെറണ്ട് എന്ന് പറയുമ്പോഴാണല്ലോ സബ്ജക്റ്റ് ആയിട്ട് ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ജെഡിസണിങ്, the jettisoning of a criminal made perplexing situation among passengers. Okay, the expulsion of a criminal made a perplexing situation among passengers. Okay, the PM takes the oath in front of the President of India. All right, beginners attending for a competitive exams will have a perplexing situation. Okay, can you give me encapsulated GK notes? That's great. Pratik is jettisoned because of his raging action towards passenger. Okay, great. Praise is encapsulation of things entirely different from essay. Yes, it is. Growing crimes in a society shows decadence in the society. Yes. അത് തന്നെ. പക്ഷെ പ്രഭിജിത്തെ നക്ഷൽ എന്ന് പറയുന്നത് നൗൺ അല്ലേ, അപ്പം എൻക്യാപ്സുലേറ്റ് ചെയ്യ വേർബും നക്ഷൽ എന്ന് പറയുന്നത് നൗണുമാണ്. വ്യത്യാസം ഇത്രേ ഉള്ളൂ. എൻക്യാപ്സുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യു ആർ മേക്കിംഗ് ഇറ്റ് ഇൻ എ നക്ഷൽ എന്നുള്ള അർത്ഥം. രണ്ട് സെയിമാണ്. ഓക്കെ, സെയിം കാര്യം. ഈവൻ ദോ Djokovic was jettisoned from Australian Opens, he could participate in other tournaments. Yes, correct. America gives oath to Ukraine for helping them via drone technology. For America has encapsulated Russia's economy into the border and jettisoned their economy. All right. Teacher, അവിടെ എൻക്ലോസ് എന്ന അർത്ഥത്തിലല്ല എൻക്യാപ്സുലേറ്റ് ചെയ്തത്, അത് കറക്റ്റാണ്. ടീച്ചർ എൻക്യാപ്സുലേറ്റ്സ് ദി ലെസൺ അറ്റ് ദ എൻഡ് ഓഫ് ദ ക്ലാസ്. ഓക്കെ, ഡീബ്രീഫ് ചെയ്യുന്നു അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. യെസ്, കറക്റ്റ് ആട്ടോ. സമറൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡീബ്രീഫ് ചെയ്യുക, അത് നല്ലൊരു വേർഡാണ്. അത് ഇപ്പോൾ പറഞ്ഞ എന്തായാലും നന്നായി, അത് ഞാൻ ഇവിടെ ഇട്ടേക്കാം. ഡീബ്രീഫ് ചെയ്യുക എന്ന് പറയും നമ്മൾ. അതായത് ബ്രീഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ഷോർട്ടാക്കി പറയാം. ഡീബ്രീഫ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ബ്രീഫ് ചെയ്ത് വേണ്ട കാര്യങ്ങൾ മാത്രമേ, ദാറ്റ് ഈസ് ഡീബ്രീഫിങ്. Okay, അടുത്ത mostly New Year oaths will be raging, but at last it results perplexing in nature. It results in perplexing nature. കേട്ടോ, it results in perplexing nature, confusing nature-ലെത്തും എന്ന് കൊടുക്കാം കേട്ടോ. കേട്ടോ പാർവതി, mostly New Year oaths will be raging, but at last it results in perplexing nature. World nations should jettison their selfish agendas. ജസ്റ്റിനെ അജൻഡാസ് ആണോ? അജണ്ട എന്ന വാക്ക് നമുക്ക് അറിയാവുന്ന വാക്കാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള വാക്കാണ്. അജണ്ട ഈസ് എ ലാറ്റിൻ വേർഡ് അല്ലേ. അജണ്ട എന്ന് പറയുന്നത് പ്ലൂറലാ. അപ്പൊ പിന്നെ അജണ്ടയുടെ സിംഗുലർ എന്താ? അജണ്ടം. കേട്ടോ, അജണ്ടം സിംഗുലർ, ഡേറ്റം സിംഗുലർ, ഡേറ്റ പ്ലൂറൽ. അജണ്ടം സിംഗുലർ, അജണ്ട പ്ലൂറൽ. ഓർത്ത് വെച്ചോണം. കോമ്പറ്റേറ്റീവ് എക്സാമിന് എപ്പോഴും വരുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ഇതാ. ജിംനേഷ്യം ആൻഡ് ജിംനേഷ്യ അല്ലേ. ഫിനോമിനൻ, ഫിനോമിന, അങ്ങനെയുള്ള സംഭവങ്ങൾ. ക്രൈറ്റീരിയൻ, ക്രൈറ്റീരിയ. Okay, so it is not agendas. World nations should jettison their selfish agenda for world peace. Okay, the raging irresponsibility of the young generation may jettison the future society. Okay, all right. She always in raging. She always അല്ല ചിപ്പി, അവിടുത്തെ verb എവിടെ? Verb വേണ്ടേ? She is always in raging mood. She is always in raging mood. Okay. Bhagwant man took oath. Man spelling in the MANN ആണ്. It is not MAN. Bhagwat man എന്നാണ് അയാളുടെ പേര്. MANN. Bhagwat man took oath as Chief Minister of Punjab. Yes, he did. The oath taken by her is raging. That's right. അടുത്ത പോട്ടെ, അടുത്ത നോക്കാം. വൈസ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വൈസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈവിൾ. ഗുഡിന്റെ ഓപ്പോസിറ്റ് എന്താ? ഈവിൾ പറയും അല്ലേ. അപ്പം വൈസ് എന്ന് പറഞ്ഞാൽ ഈവിൾ എന്ന് തന്നെയാണ് അർത്ഥം. വൈസ്, ഇമ്മൊറാലിറ്റി, റോങ് ഡൂയിങ്, മിസ്കോണ്ടക്ട് അല്ലെങ്കിൽ ഈവിൾ. ഓക്കെ, അപ്പോൾ ഓർത്ത് വെച്ചോണം. വൈസ് എന്ന് പറയുന്നത് എൻ്റെ അർത്ഥം നല്ല എന്നല്ല, ചീത്ത എന്നാണ് വൈസിന്റെ അർത്ഥം കേട്ടോ. വൈസ്. വിർച്യു ആൻഡ് വൈസ് കേട്ടിട്ടില്ലേ? ഓപ്പോസിറ്റ് പറയാം. വിർച്യു ആൻഡ് വൈസ്. ഗുഡ് ആൻഡ് ഈവിൾ, വിർച്യു ആൻഡ് വൈസ്. വിർച്യുടെ ഓപ്പോസിറ്റ് ആണ് വൈസ്.
ഓക്കെ, അപ്പോൾ ഇമ്മൊറാലിറ്റി, റോങ് ഡൂയിങ്, മിസ്കോണ്ടക്ട് അല്ലെങ്കിൽ ഈവിൾ എന്ന് പറയും. ഇനി അടുത്ത വാക്ക് ഫ്ലെയിൽ. ഫ്ലെയിൽ മീൻസ് വേവ്, സ്വിങ്, ആടി ഉലയുന്ന ഇതാണ് എന്നുള്ള അർത്ഥമാണ്. വേവ് ചെയ്യുക, ഫ്ലേവ് എന്താ സ്വിങ് ചെയ്യുക എന്നൊക്കെയാണ് ഫ്ലെയിലിൻ്റെ ഒരു അർത്ഥം. വേറെ അർത്ഥം ഇതാണ്, ഫ്ലെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരാൾ നമ്മൾ ബീറ്റ് ചെയ്യുക, ത്രാഷ് ചെയ്യുക, സ്ട്രൈക്ക് ചെയ്യുക, ബാറ്റർ ചെയ്യുക, അടിച്ചൊരു ഇഞ്ച പരുവത്തിലാക്കുക എന്ന് പറയില്ലേ, അതിനെയാണ് നമ്മൾ ഫ്ലെയിൽ എന്ന് പറയാം. ഇഫ് യു ഫ്ലെയിൽ someone, that means you are beating that person, you are thrashing that person, you are striking that person. കേട്ടോ, അപ്പോൾ രണ്ടർത്ഥത്തിലുള്ള ഇതാണ്, ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. ഫ്ലെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ സ്വിങ് ചെയ്യുന്നു, എന്താണ് വേവ് ചെയ്യുന്നു എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ ഈ ഒരു മീനിങ് കൂടി ഉണ്ട്, ബീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താ പറയുക ത്രാഷ് ചെയ്യുക എന്നൊക്കെ അർത്ഥം. ഓക്കെ, അടുത്തത് ഹോഡ്. ഇത് നിങ്ങളോട് എപ്പോഴും പറയുന്ന വാക്കാണ്, ഹോഡ് മാറിപ്പോരുത്. ഹോഡ് ക്യാൻ ഓഫ് കോഴ്സ് ബി, എപ്പോഴും എല്ലാവർക്കും തെറ്റിദ്ധരിക്കുന്ന ഒരു വാക്കാണ്. HOARD ഹോഡ് ഉണ്ട്, HOARD ഹോഡ്. ഈ ഹോഡ് ഇസ് എ വേർബ് കേട്ടോ, ഇതൊരു വേർബാ. ഈ ഹോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ അക്യുമുലേറ്റ് ചെയ്യാം, അമാസ് ചെയ്യാം, അതായത് പൂഴ്ത്തി വെക്കുക എന്നാണ് ഹോഡ് ചെയ്യുക എന്നുള്ള അർത്ഥം. ഓക്കെ, പൂഴ്ത്തി വെക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന സ്റ്റോക്ക് പൈൽ ചെയ്യുക, മനസ്സിലായോ? സ്റ്റോക്ക് പൈൽ ചെയ്യുക, കൂട്ടി വെക്കുക, പൂഴ്ത്തി വെക്കുക എന്നൊക്കെ പറയില്ല, അതാണ് സ്റ്റോക്ക് പൈൽ അല്ലെങ്കിൽ അമാസ് എന്ന് പറഞ്ഞാൽ. അത് ഹോഡ്, HOARD ഹോഡ് വേർബാണ്. പക്ഷെ ഈ ഹോഡ് കണ്ടോ, HORD ഹോഡ്, അത് നൗൺ ആണ്. ഇറ്റ്സ് എ കളക്റ്റീവ് നൗൺ കേട്ടോ, അതൊരു കളക്റ്റീവ് നൗൺ ആണ്. കളക്റ്റീവ് നൗൺ ആണ്. ഈ കളക്റ്റീവ് നൗണിന്റെ പ്രത്യേകത എന്താണ് അറിയാലോ? ഇറ്റ്സ് എ കളക്ഷൻ ആണ് അല്ലേ. അപ്പൊ ഹോഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ക്രൗഡ്, ത്രോങ്, ക്രഷ്. ശരിക്കും ഹോഡ് എന്താ? ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലേ. ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ നമ്മൾ പറയും ഹോഡ് അല്ലെങ്കിൽ ക്രൗഡ്. മോബ് എന്നൊക്കെ സിനിമയും പറയാം. പക്ഷെ മോബിന്റെ ഒരു പ്രത്യേകത എന്താ? മോബ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ അറഗന്റ് ആയിട്ടുള്ള, ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള, പ്രശ്നക്കാരായ ഗ്രൂപ്പിനെയാണ് മോബ് എന്ന് പറയുക. അതുകൊണ്ടാണ് ഞാൻ മോബ് ഇവിടെ എഴുതാത്തത്. ഓർത്താൽ മതി, സിനിമ ആണ് കറക്റ്റ് ആയിട്ടും. പക്ഷെ ഗ്രൂപ്പ്, ക്രൗഡ്, ത്രോങ്, ക്രഷ് എന്നൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഹോഡിന്റെ ഇത് സിനിമസ് ആയിട്ട്. അടുത്ത വയബിൾ. ഇറ്റ്സ് എ വയബിൾ സോഴ്സ് ഓഫ് എനർജി എന്ന് കേട്ടിട്ടുണ്ടാവും. വയബിൾ ആണ്, വയബിൾ ആണെന്ന് പറഞ്ഞാൽ വർക്കബിൾ ആണ്, നടക്കുന്ന കാര്യമാണ്. ഇറ്റ് ഈസ് വയബിൾ. ഓക്കെ, ഇൻവയബിൾ നടക്കില്ല, വയബിൾ നടക്കുന്ന കാര്യമാണ്, വർക്കബിൾ ആണ്, ഫീസിബിൾ ആണ്, പ്രാക്ടിക്കൽ ആണ്. യെസ്, പ്രാക്ടിക്കൽ ഓപ്ഷൻ ആണ്. ഇംപ്രാക്ടിക്കൽ ഓപ്പോസിറ്റ് അല്ല, പ്രാക്ടിക്കൽ ഓപ്പോസിറ്റ് ഇംപ്രാക്ടിബിൾ അല്ലെ. അപ്പോൾ അതുപോലെ വയബിൾ ഇൻവയബിൾ ആണ് കേട്ടോ, ഇൻവയബിൾ. അടുത്തത് ബോൾസ്റ്റർ. ബോൾസ്റ്റർ ലാസ്റ്റ് ആണ് വേർഡാണ് ബോൾസ്റ്റർ എന്ന്. ബോൾസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോൾസ്റ്റർ എന്താണെന്നുള്ളത്. ബോൾസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക, ഫോഴ്സ് ചെയ്യുക, ഫോഴ്സ് അല്ല ബൂസ്റ്റ് ചെയ്യുക, ഓർ ഫോർട്ടിഫൈ ചെയ്യുക. ഫോർട്ടിഫൈ ചെയ്യാൻ പ്രൊട്ടക്ട് ചെയ്യുക എന്നൊരു അർത്ഥത്തില് അറിയാലോ. ബോൾസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്തൻ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, റീഇൻഫോഴ്സ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക, ഫോർട്ടിഫൈ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, മറന്നുപോകല്ലേ ഫോർട്ടിഫൈ എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ബോൾസ്റ്റർ എന്നുള്ള വാക്കിന്റെ മറ്റ് സിനോണിംസ് ഒക്കെ ഓർത്ത് വെച്ചോണം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് ഇന്നത്തെ ആന്റണിംസ് ആൻഡ് സിനോണിംസ്, ഇഡിയംസ് ഒക്കെ, ഇഡിയംസ് ഫ്രേസസ് ഒക്കെ. അപ്പോൾ ഈ വൈസ് പ്രസിഡന്റ്, വൈസ് പ്രിൻസിപ്പൽ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള വൈസിന്റെ മീനിങ് എന്താണ്? അതിന്റെ അർത്ഥം അസിസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ആ വൈസ് വരെ അതെന്താ? അത് നൗൺ അല്ലല്ലോ, അത് നൗൺ അല്ല, ഇറ്റ്സ് എ പ്രിഫിക്സ് അല്ലേ, പ്രിഫിക്സ് വൈസ് ആണ്. അത് വ്യത്യാസം എനിക്ക് തോന്നി, നിങ്ങൾ ചോദിക്കാൻ തോന്നി. അവിടെ വൈസ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് എന്താണ്? പ്രിഫിക്സ് ആയിട്ട് വൈസ്. ഓക്കെ, വൈസ് ഇസ് എ പ്രിഫിക്സ്. അവിടെ നമ്മൾ പറയില്ലേ അതിന്റെ കറക്റ്റ് ആയിട്ട് എന്താ പറയാ, ആന്റി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ ഒരു അർത്ഥം. ഓക്കെ, വൈസ്. അപ്പോൾ എന്താണ് വൈസ് എന്ന വാക്കിന്റെ അർത്ഥം? ശരിക്കും എവിടുന്നാ വന്നതെന്ന് വെച്ചാൽ ലാറ്റിൻ വാക്ക് ആയിട്ടാണ് വന്നത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇൻ ദ പ്ലേസ് ഓഫ്, ഇൻ ദ പ്ലേസ് ഓഫ്, ഇതിന് പകരം, ഒരാൾക്ക് പകരമായിട്ട് അവരുടെ സ്ഥാനത്ത് ഉപയോഗിക്കുന്നതാണെന്ന്. ഓക്കെ, അപ്പൊ കറക്റ്റായിട്ട് പ്രിഫിക്സ് മീനിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ദ പ്ലേസ് ഓഫ് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോ വൈസ് പ്രസിഡന്റിന്റെ തൊട്ട് താഴത്തെ, ഇമീഡിയറ്റ്ലി അതിന് താഴെ ഉള്ള ജോലിക്ക് അതിന്റെ റാങ്ക്, ഇമീഡിയറ്റ്ലി ഒരു റാങ്കിന്റെ തൊട്ട് താഴെയുള്ള റാങ്കിനെ നമ്മൾ പറയാം ബിലോ, ഒരു പെർട്ടിക്കുലർ പേഴ്സണിന്റെ ബിലോ തൊട്ട് താഴെയുള്ള ജോലിയാണെങ്കിൽ ദാറ്റ് ഇസ് വൈസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് പറയില്ലേ, അർത്ഥം. ഓക്കെ, ഓർത്താൽ മതി, ലാറ്റിൻ പദമാണ്. വൈസ് എന്ന് പറയുന്നത് പ്രിഫിക്സ് വേർഡായിട്ട് വരും കേട്ടോ, അത് ഓർത്തോളാം. രണ്ട് ഡിഫറൻസ് ആണ്. വൈസ് എന്ന് പറയുന്ന പ്രിഫിക്സിന്റെ മീനിങ് ഇതാണ്, ലാറ്റിൻ പദമാണ്. വൈസ് എന്ന പ്രിഫിക്സ്, അതായത് ഇവിടെ ഒരു വര എപ്പോഴും വേണം അപ്പോൾ പ്രിഫിക്സ് ആകുമ്പോൾ. അതിന്റെ മീനിങ് ഓർത്താൽ മതി, അതൊരു ലാറ്റിൻ വേർഡാണ്, റൂട്ട് ലാറ്റിനിൽ നിന്ന് വന്നാണ്. അർത്ഥം എന്താണ്? ഇൻ പ്ലേസ് ഓഫ്, ഇൻ പ്ലേസ് ഓഫ്, ഇന്ന സ്ഥാനത്ത് എന്നുള്ളതാണ്. അപ്പോൾ ഒരാളുടെ ബിലോ തൊട്ട് താഴത്തുള്ള പ്ലേസിനെയാണ്, അല്ല ഒരു പെർട്ടിക്കുലർ പൊസിഷന്റെ തൊട്ട് താഴത്തുള്ള പൊസിഷനിലുള്ള ജോബിന് നമ്മൾ വിളിക്കും വൈസ് എന്നുള്ളത്.
ഓക്കെ, അതിനെയാണ് അസിസ്റ്റന്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അല്ലെങ്കിൽ ഡെപ്യൂട്ടി എന്നൊക്കെ പറയില്ലേ, അതാണ് ഇൻ പ്ലേസ് ഓഫ്. അല്ലെങ്കിൽ ഇൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് എന്നല്ല അർത്ഥം, അതായത് ഡെപ്യൂട്ടി എന്നർത്ഥം, അല്ലെങ്കിൽ അസിസ്റ്റന്റ് എന്നൊക്കെയാണ് അർത്ഥം. കത്തിയോ? ഡിഫറൻസ് മനസ്സിലായോ? വൈസ് പ്രസിഡന്റ് വൈസ് പ്രിൻസിപ്പൾ ഒക്കെ അതുപോലെ. പ്രിൻസിപ്പൾ ഇല്ലാത്ത സമയത്ത് വൈസ് പ്രിൻസിപ്പൾ ആക്ട് ചെയ്യും. അതുപോലെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ഇല്ലാത്ത സ്ഥാനത്ത് അപ്പോൾ തൊട്ടടുത്ത് ഉണ്ട്, അസിസ്റ്റന്റ് ആയിട്ട് നിൽപ്പുണ്ട്, അതായത് സബോർഡിനേറ്റ് ആയിട്ട് നിൽപ്പുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. പിന്നെ ദ മൂവി പോർട്രേഡ് ദ concept of virtue and vice. Yes, day by day my life fails in the hurricane of life, indispensable reality. Okay, ലൈഫിന്റെ ഇൻഡിസ്പെൻസിബിൾ അങ്ങനെ കൊടുക്കണം. ഹറിക്കെയിൻ ഓഫ് ലൈഫ്സ് ഇൻഡിസിബിൾ അങ്ങനെ കൊടുക്കണം കേട്ടോ. അങ്ങനെയാണ് ഹരി അത് കറക്റ്റ്. ഐ മീൻ ഹരിയല്ല, അനി അത് കറക്റ്റ്. ഡേ ബൈ ഡേ ദിവസേന മൈ ലൈഫ് ഫെയിൽസ് അല്ല, അത് ഫ്ലെയിൽസ് അല്ല ഉദ്ദേശിച്ചത്, വേവ്സ് അല്ലേ, സ്വിങ്സ് അല്ലേ കൊടുത്തത്. അപ്പൊ ഫ്ലെയില നോക്കി, സ്പെല്ലിംഗ് ശ്രദ്ധിച്ചേ, FLAILS ആണ്. ഫ്ലെയിൽസ്, ഫെയിൽ ചെയ്യുന്നതുകൊണ്ട് തോറ്റുപോവുക അതല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ആടുമല്ലേ, കാറ്റത്ത് ആടി ഉലയുന്നു അല്ലേ, അതാണ്. അപ്പോൾ എന്ത് പറയണം? ഡേ ബൈ ഡേ മൈ ലൈഫ് ഫ്ലെയിൽസ് ഇൻ ദ ഹറിക്കെയിൻ ഓഫ് ലൈഫിന്റെ ലൈഫ്സ് indispensable reality. Okay, teaching Bhagavad Gita in school syllabus in Gujarat is a president decision. Example decision ഓ അതാണ് ഉദ്ദേശിച്ചത്. പ്രസിഡന്റ് അതാണല്ലോ പ്രസിഡന്റിന്റെ അർത്ഥം. It will definitely bolster the awareness about our heritage of Indian management ways of life. Okay. യെസ് എനിക്കറിയാം നാളെ എക്സാം ഉണ്ടെന്ന്, അതല്ലേ നമ്മൾ ഇന്ന് പറഞ്ഞ്. ഇന്ന് വൈകിട്ട് ഇതിനെപ്പറ്റി ഒരു ഇൻസ്ട്രക്ഷൻ, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യണം, അവസാന നിമിഷത്തെ കാര്യങ്ങളൊക്കെ പറ്റി നമ്മൾ ഇന്നലത്തെ മാരത്തൺ ഇരുന്ന് കംപ്ലീറ്റ് ആയിട്ട് കാണുക, പഠിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുക. ഇന്ന് ചെയ്യേണ്ട കാര്യം അതാ. അതിനുശേഷം നമ്മൾ വൈകിട്ടത്തെ ഒരു സെഷൻ ഉണ്ട്, നമുക്കൊന്ന് റിലാക്സ് ചെയ്യും. ഒരു അരമണിക്കൂർ സെഷനാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കൊണ്ടുപോകണം, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ഒരു 7 മണിക്കാണ് സെഷൻ. ഹി സീംസ് ടു ബി മോർ കംഫർട്ടബിൾ വിത്ത് ഹിസ് ഹോൾഡ്. ധൈര്യമായിട്ട് ഇരുന്നാൽ മതി, പറയുന്നത് ഒരു പ്രശ്നമില്ല കേട്ടോ. യു ഗോട്ട് ദിസ്. ഓക്കെ. Yes, she gives viable solutions. That's it. Great. A real mentor always bolsters his students. That's great. Okay. അപ്പോൾ മനസ്സിലായല്ലോ നമ്മുടെ എല്ലാ വൊക്കാബിൻ്റെ മീനിങ്ങും കാര്യങ്ങൾ കണക്ഷനൊക്കെ നിങ്ങൾക്ക് കിട്ടി. വൺ വേർഡും അതുപോലെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് കിട്ടിയെങ്കിൽ ഒരു തംസപ്പ് ഇട്ട് എല്ലാവരും. ഓക്കെ, എല്ലാവർക്കും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് കിട്ടിയെങ്കിൽ ഒരു തംസപ്പ് ഇട്ട്. ആൻഡ് ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തേ അല്ലേ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. അത് ഞാൻ പറയണോ, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയണോ ഞാൻ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഹോളി വിഷസ് ഞാൻ വിട്ടുപോയി വീണ്ടും വരാൻ. സോ ഹാപ്പി ഹോളി എവ്രി വൺ. ഇന്ന് 18-ാം തീയതി അല്ലേ, മാർച്ച് 18. ഹാപ്പി ഹോളി. ഇന്ന് ഹോളിയാണ് അല്ലേ. അപ്പം ഇറ്റ്സ് എ സെലിബ്രേഷൻ ഓഫ് കളർ. ലൈഫിൽ ഒരു കളർഫുൾ ആയിട്ടിരിക്കട്ടെ. ആ ഹാപ്പിനെസ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഹോളി എന്ന സെലിബ്രേഷൻ ഇന്ത്യയിലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നോർമലി നോർത്ത് ഇന്ത്യൻസ് ആണ്, പക്ഷെ ഇപ്പോൾ ഒരു ട്രെൻഡ് അനുസരിച്ച് നമ്മുടെ കേരളത്തിൽ ഇത് വളരെ ഒരു രസമാണ് അല്ലേ. കോളേജസിലും സ്കൂളിലും ഒക്കെ ചില കുട്ടികളൊക്കെ ആസ്വദിച്ച് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് ഹോളി. സോ ഹോളിയുടെ ദിവസത്തെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. ഹോളിയുടെ കാര്യം അറിയാം. നമ്മളിപ്പോൾ പ്രസിഡന്റ് വന്നാലും പ്രൈം മിനിസ്റ്റർ വന്നാലും ആരുടെ മേത്തെറിഞ്ഞാലും അവരൊന്നും നമ്മളെ കേസ് എടുക്കില്ല. ഹോളിയുടെ ദിവസം നമുക്ക് പ്രത്യേകത, യു ഹാവ് ദ ലൈസൻസ് ടു ത്രോ കളർ ഓർ ദ വാട്ടർ ബോൾസ് അല്ലെ. വാട്ടർ ബോൾസും കളർ ബോൾസും ഒക്കെ നമുക്ക് എല്ലാവരുടെയും മേത്തെറിയാനുള്ളൊരു ചാൻസ്. യു ഗെറ്റ് എ ലൈസൻസ് ദാറ്റ് ഡേ. അതാണ് ഒരു പ്രത്യേകത. സോ അതാണ് ഹോളി എന്ന ആഘോഷത്തിന്റെ സന്തോഷമാണ്, സെലിബ്രേഷൻ. അങ്ങനെ ഒരു എന്താ പറയുക, യു ലെറ്റ് യുവർ സെൽഫ് ഫ്രീ അത് ആ ദിവസം. ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. സോ അതിനോടനുബന്ധിച്ച് നമുക്ക് 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ അടയുടെ 24/7 പ്രൊഡക്റ്റും. ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട്. 17% ഡിസ്കൗണ്ട് ഓൾറെഡി ഉള്ളതാണ്, ഫ്ലാറ്റ് 17%. അതുകൂടാതെ ഡബിൾ വാലിഡിറ്റി ഓഫർ ഉണ്ട് മഹാപാക്കുകൾക്കും ടെസ്റ്റ് പാക്കുകൾക്കും. അപ്പോൾ ടെസ്റ്റ് പാക്കുകൾ എടുക്കും, ടെസ്റ്റ് സീരീസ് എടുക്കുവാണ്, അല്ലെങ്കിൽ മഹാപാക്കുകൾ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഡബിൾ വാലിഡിറ്റി, അതായത് 1 വർഷത്തെ വാലിഡിറ്റി ഉള്ള പ്രൊഡക്റ്റ് 2 വർഷത്തേക്ക് കിട്ടുമെന്ന് സാരം. ഓക്കെ, അപ്പോൾ എൻ്റെ കോഡ് മാർക്കണ്ട, Y314 Y314 എന്ന കോഡ് ഉപയോഗിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴ്സിൻ്റെ കാര്യം അറിയാലോ. ഇംഗ്ലീഷ് പ്രോ എന്ന കോഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇംഗ്ലീഷ് പ്രോ എന്ന് പറഞ്ഞ കോഴ്സ് ഇംഗ്ലീഷിന് വേണ്ടി മാത്രമുള്ള ഒരു കോംപ്രഹെൻസീവ് കോഴ്സാണ്. ബേസിക് ടു അഡ്വാൻസ് ഇംഗ്ലീഷ് നമ്മൾ പഠിപ്പിക്കും, ആൻഡ് വൊക്കാബ് കേട്ടോ. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാം എല്ലാത്തിനും നിങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടും. KPSC എക്സാംസ് ആയിക്കോട്ടെ, UPSC എക്സാംസ് ആയിക്കോട്ടെ, അതിൽ KS ഒക്കെ പെടും കേട്ടോ. ബാങ്കിങ് എക്സാംസ്, SSC എക്സാംസ്, ESIC എക്സാംസ് ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ESICയുടെ SSO സോഷ്യൽ സർവീസ് ഓഫീസറിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി ഓഫീസറിന്റെ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇനിയും ESICക്ക് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, നല്ല ഓപ്ഷനാണ്, പോയി ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക, പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക, പെട്ടെന്ന് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കേട്ടോ. 30-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മുടെ ഇംഗ്ലീഷ് പ്രോ കോഴ്സ്. അപ്പോൾ 2 ക്ലാസ്സുകളായിട്ട് പോകും. ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ്. റിൻഡു മിസ്സും റീമ മിസ്സുമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം. അതുപോലെ നമ്മുടെ 10ാം ക്ലാസ്സിൻ്റെ പ്രിലിംസിന് വേണ്ടി 10th പ്രിലിംസിൻ്റെ വിജയമുദ്ര ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്യാൻ ഇനിയും താല്പര്യമുണ്ട്, വൈകിട്ടുണ്ടെങ്കിൽ വൈകണ്ട, വേഗം വന്ന് ജോയിൻ ചെയ്യുക.
കേട്ടോ. 3 മണി മുതൽ 4 വരെയും 8:30 മുതൽ 10 മണി വരെയുള്ള 2 സെഷൻസ് ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ എഡിറ്റോറിയൽ അല്ലേ, നമ്മുടെ ആർട്ടിക്കിൾ പഠിച്ചോ. അൺഹെൽതി പ്രസിഡന്റ്, അൺഹെൽതി ആയിട്ടുള്ള മോഡലാണ്, അൺഹെൽതി ആയിട്ടുള്ള പാറ്റേൺ ആണിത്. എന്താ അത്? India must try and vaccinate all age groups, but after due process. ഇന്ത്യ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവരെയും ട്രൈ ചെയ്ത് വാക്സിനേറ്റ് ചെയ്യണം. അത് നിർബന്ധമുള്ള കാര്യം തന്നെയാണ്, മസ്റ്റാണ്. ഇറ്റ് ഈസ് കമ്പൽസറി. പക്ഷേ അപ്പോൾ ഒരു പക്ഷേ ഉണ്ടല്ലോ. എന്താ പക്ഷേ? ആഫ്റ്റർ ഡ്യൂ പ്രോസസ്, കൃത്യമായ പ്രോസസ്സ് പാലിച്ചുകൊണ്ട് പോയാൽ മതി. എടുത്തു ചാടി ഒന്നും ചെയ്യണ്ട അല്ലേ. അനിയാ നിൽ, ആവശ്യമാകുമ്പം പറയാം അല്ലേ, അല്ലാതെ ഓടിച്ചാടി ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ലെറ്റ് സി. അപ്പോൾ ആർട്ടിക്കിൾ നോക്കാം. Economically viable but politically inviable. All right. Okay. Oh, ശരി. Happy Holi, everyone. The walls of the Baker Fort is bolstering by the archaeological department. Yes. നോർത്ത് ഇന്ത്യയിലെ വേറെ ലെവലായിരിക്കും ഹോളിക്കളർ. അത് തന്നെ, സത്യം. അതെ, നമ്മൾക്ക് ഇവിടെ അതൊരു ഇതില്ലല്ലോ. ഇംഗ്ലീഷ് സെപ്പറേറ്റ് ക്ലാസ് ഡബിൾ വാലിറ്റി ഉണ്ടോ? ഇല്ലില്ല പ്രഭിജിത്തെ. ഇംഗ്ലീഷിന് അത് കോഴ്സ് അല്ല. ഡബിൾ വാലിറ്റി കിട്ടുന്ന മഹാപാക്ക്, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാണ്, ഡബിൾ വാലിറ്റി ഉള്ളത് മഹാപാക്കുകൾക്കും ടെസ്റ്റ് പാക്കുകൾക്കുമാണേ കേട്ടോ. ആ ടെസ്റ്റ് സീരീസിനുണ്ട്, ജിപ്പി. ഡബിൾ വാലിറ്റി ഓഫർ എല്ലാ ടെസ്റ്റ് സീരീസിനുണ്ട്. 10th പ്രിലിംസ് ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ ESICയുടെ ടെസ്റ്റ് സീരീസ് ആയിക്കോട്ടെ, ഏത് ടെസ്റ്റ് സീരീസിലും നിങ്ങൾക്ക് ഇവിടെ ഡബിൾ വാലിറ്റി ഓഫർ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് കടന്നോളൂ. പിന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണ്ടത് എടുത്ത് നോക്കാമല്ലോ കേട്ടോ. ഓക്കെ, അപ്പം നോക്കാം അല്ലേ. അപ്പൊ ഇന്ത്യ പയ്യെ മതി, ധൃതി വെക്കണ്ടെന്നാ പറയുന്നത്. നമുക്ക് നോക്കാം. The government's decision to begin the COVID-19 immunization program for children below 12 and 14 years with Corbevax, a protein subunit vaccine from March 16 is welcome as a part of India's efforts to extend coverage to the school-going population, but it also raises some concerns. One is urgency shown to greenlight the vaccination program for children in this age group without first seeking the approval of the National Technical Advisory. ഓക്കെ, അപ്പൊ പ്രശ്നം എന്താ വെച്ചാൽ ഗവൺമെന്റ് ഡിസിഷൻ ആണ്. എന്താ? COVID-19 ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ബിഗിൻ ചെയ്യണം. എവിടേക്ക്? 12 മുതൽ 14 വയസ്സ് വരെ. ഞാൻ നേരത്തെ പറഞ്ഞ 12-14 ആയിരുന്നു, അത് കഴിഞ്ഞിട്ട് ഞാൻ 18 ആക്കിയായിരുന്നല്ലോ. അങ്ങനെയല്ല, 12 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾ, ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, ആ കുട്ടികളിലേക്ക്, അതായത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സ്കൂൾ ഗോയിങ് പോപ്പുലേഷൻ ആയി ഇവരുടെ ഇടയിൽ നമ്മൾ വാക്സിൻ പ്രൊവൈഡ് ചെയ്യണം. ആ വാക്സിന്റെ പേരെന്താ? കോർബെവാക്സ് അല്ലെ. കോർബെവാക്സ് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കൊടുക്കണം. അതായത് അതൊരു പ്രോട്ടീൻ സബ് യൂണിറ്റ് വാക്സിൻ ആണ്. അത് മാർച്ച് 16-ാം തീയതി മുതൽ കൊടുക്കുന്നു. അത് വെൽക്കമിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നല്ല കാര്യമല്ലേ അല്ലേ, കൊടുക്കുന്നു. പക്ഷേ ഇന്ത്യയുടെ എഫേർട്ടൊക്കെ നല്ല കാര്യമാണ്. കവറേജ് അല്ലേ നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം, അല്ലെ എക്സ്റ്റെൻഡ് ചെയ്യണം. അതായത് എക്സ്പാൻഡ് ചെയ്യണം, എല്ലാവരിലോട്ടും എത്തിക്കണം. എന്ത്? ഈ കവറേജ്, വാക്സിൻ കവറേജ് എത്തിക്കണം. സ്കൂൾ ഗോയിങ് സ്റ്റുഡൻസിലോട്ട് എത്തിക്കണം, പോപ്പുലേഷനിലോട്ട് എത്തിക്കണം. അത് പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അതിനൊക്കെ കുറച്ച് കൺസേൺസ് റേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ കൺസേൺ? അതായത് ഒന്നാമത്തെ പ്രോബ്ലം എന്താ വെച്ചാൽ, ഇതിന്റെ അത്ര അർജൻസി, ഇത്രയും പെട്ടെന്ന് അർജൻസി കൊടുക്കുന്ന എന്തിനാണ്? ഗ്രീൻ ലൈറ്റ് കൊടുക്കുന്ന എന്തിനാണ്? ഇത്രയും അർജൻസി ഷോൺ ടു ഗ്രീൻ ലൈറ്റ് ദ വാക്സിനേഷൻ പ്രോഗ്രാം ഫോർ ചിൽഡ്രൻ. അതും ഒന്നാമത്തെ കാര്യം വെച്ചാൽ ഇത്ര അർജന്റ് ആയിട്ട് ഇപ്പൊ ഗ്രീൻ സിഗ്നൽ കൊടുത്തിട്ട്, അല്ലെ ഗ്രീൻ ലൈറ്റ് കൊടുക്കുന്ന അലൗ ചെയ്യുന്നു, അപ്രൂവൽ കൊടുക്കുന്നു വാക്സിനേഷൻ പ്രോഗ്രാമിന്. വിതൗട്ട്, അപ്പോഴും കൊടുക്കണേ, അത് എങ്ങനെ അലൗ ചെയ്യുന്നത്? വിതൗട്ട് സീക്കിംഗ് ദ അപ്രൂവൽ ഇല്ല. ആരുടെ അപ്രൂവൽ ഇല്ല? നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ഇമ്മ്യൂണൈസേഷൻ, NTAGI, നാഷണൽ ടെസ്റ്റിംഗ് അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ഇമ്മ്യൂണൈസേഷൻ, NTAGIയുടെ ആ ബോഡിയുടെ അപ്രൂവൽ ഇല്ലാതെ ചാടിക്കേറി കുട്ടികൾക്ക് വാക്സിൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ലേ? A body whose express mandate authorization is to study various facets of the vaccine before clearing it for the national immunization program. Never before has the expert body been completely sidestepped to a clear vaccine for the immunization program, and by doing so has set an unhealthy precedent. Also, the decision to use the new COVID-19 vaccine first on children between 12 to 14 years without widespread use in adults first could have been avoided. True protein subunit vaccines are generally considered safe for all age groups, but that cannot. പറഞ്ഞു വരുന്ന കാര്യം ഇതാണ്. സാധാരണഗതിയിലാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ബോഡി ഇല്ല, മാൻഡേറ്റ് ഓതറൈസേഷൻ നിർബന്ധമായിട്ട് നമുക്ക് വേണം ഇങ്ങനെ ഒരു കാര്യം നടത്താൻ. എല്ലാ സ്ഫിയേഴ്സിലും അല്ലെ, എല്ലാ ആസ്പെക്ട്സിലും നമ്മൾ നോക്കണം, എല്ലാ ഫീച്ചേഴ്സിലും ഓതറൈസേഷൻ കൊടുക്കുമ്പോൾ ഓർക്കണം, നമ്മൾ ഈ ഓതറൈസേഷൻ കൊടുക്കുന്ന എപ്പോഴാണ്? എന്തിനാ? പഠിക്കാൻ വേണ്ടി. എല്ലാ തലങ്ങളും നോക്കണം, എല്ലാ ആസ്പെക്ട്സ് നോക്കുക, എല്ലാ സൈഡ്സിലും എല്ലാ ആംഗിൾസിലും നോക്കുക നിങ്ങൾ വാക്സിന്. അതിന് ക്ലിയർ അല്ലെ, അതിനൊരു ക്ലാരിറ്റി അല്ലെ, അതിൻ്റെ ക്ലിയർ സിഗ്നൽ കൊടുക്കണ്ടേ, ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ്. അതും നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ
ഇതിന് ഈ സിഗ്നൽ ആട്ടോ ഗ്രീൻ സിഗ്നൽ അതിന്റെ ഭാഗമായിട്ടൊരു ഗ്രീൻ സിഗ്നൽ കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് വാക്സിനേറ്റ് ചെയ്തു, എല്ലാവരും വാക്സിനേറ്റ് ചെയ്തു എന്നൊരു യെസ് കൊടുക്കുമ്പോൾ അതിനു മുൻപ് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ രീതിയിലും നോക്കണം, എല്ലാ വശങ്ങളും ചിന്തിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. ഒരിക്കലും ഒരു എക്സ്പോർട്ട് ബോഡിയും ഇതുപോലെ കംപ്ലീറ്റ്ലി സൈഡായിട്ട് മാറി നിന്നിട്ട് ഇങ്ങനെ ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അലോ ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈമാണ്. ആൻഡ് ദാറ്റ് ഹസ് സെറ്റ് എൻ അൺഹെൽതി പ്രസിഡന്റ്. അത് ഒരു അൺഹെൽതി പ്രസിഡന്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത്. അൺഹെൽതി എക്സാമ്പിൾ ആണ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അൺഹെൽതി മോഡൽ, അൺഹെൽതി എക്സാമ്പിൾ. ഓക്കെ. ഓൾസോ ദ ഡിസിഷൻ യൂസ് ടു, വീണ്ടും പറയാണ്, മാത്രവുമല്ല ഈ ഡിസിഷൻ COVID-19 വാക്സിന്, പുതിയ COVID-19 വാക്സിന് കുട്ടികളിലോട്ട് കൊടുക്കുക. അത് ഓർക്കണം, വിതൗട്ട് വൈഡ് സ്പ്രെഡ് യൂസ് ഇൻ അഡൾട്ട്സ് ഫസ്റ്റ്. ആദ്യം അഡൾട്ട്സിൽ ഉപയോഗിച്ച് നോക്കുക, വൈഡ് സ്പ്രെഡ് ആയിട്ട് അഡൾട്ട്സിൽ ഉപയോഗിച്ചിട്ട് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ മാത്രം കുട്ടികൾ. ബിക്കോസ് ഇതൊരു സെൻസിറ്റീവ് ഏജ് അല്ലേ, 12 to 14 ടീനേജേഴ്സ് ആണ്, അഡലസൻസ് ആണ്. ബോഡിയിൽ ഒരുപാട് തരം എന്താ പറയുക ചേഞ്ച് വരുന്ന ഒരു സമയം, ട്രാൻസ്ഫോർമേഷൻ, മെറ്റമോർഫോസിസ് വരുന്ന ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ 12 to 14 ഇയേഴ്സ്. അപ്പോൾ ഇവിടെ കയറി ഒരു പ്രോട്ടീനിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് ഇതല്ലേ, പ്രോട്ടീൻ ഇയേഴ്സ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുമ്പോൾ പ്രശ്നം എന്താ പറയുക വെച്ചാൽ നമുക്കറിയില്ല വാട്ട് ആർ ദ റിപ്പർക്കഷൻസ്, വാട്ട് ആർ ദ ഔട്ട്കംസ് എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ എടുത്തു ചാടി അഡൾട്ട്സിൽ കൊടുക്കാതെ, വൈഡ് സ്പ്രെഡ് ചെയ്യാതെ ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുന്നത് അനദർ പ്രോബ്ലം. അപ്പോൾ ശരിയാണ്, ട്രൂ ആണ്, പ്രോട്ടീൻ സബ് യൂണിറ്റ് വാക്സിൻസ്, പ്രോട്ടീൻ്റെ സബ് യൂണിറ്റ് നമ്മൾ കുട്ടികൾ സാധാരണ ഏത് ഏജ് ഗ്രൂപ്പിന് കൊടുക്കുക എന്ന് പറഞ്ഞാലും അത് സേഫ് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. ബട്ട് ദാറ്റ് കനോട്ട് ബി റീസൺ ടു ബിഗിൻ വാക്സിനേറ്റിംഗ് യങ് ചിൽഡ്രൻ ഫസ്റ്റ്. പക്ഷെ അതൊരു റീസൺ ആയിട്ട് എടുക്കരുത്. യങ് ചിൽഡ്രനെ ആദ്യമേ വാക്സിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റീസൺ ആയിട്ട് പ്രോട്ടീൻ സബ് യൂണിറ്റ് എവിടെ കുട്ടികൾ കൊടുത്താലും ഏത് ഏജ് ഗ്രൂപ്പുകൾക്ക് കൊടുത്താലും ഒരു ആഫ്റ്റർ എഫക്ട്സും ഇല്ല എന്ന് പറയുന്ന കാര്യം പറയുമ്പോൾ ഒന്ന് ഓർക്കണം, ഇത് വാക്സിനാണ്. പ്രൊവൈഡിങ് എ വാക്സിൻ ഇൻ COVID-19 അല്ലെ, COVID-19 വാക്സിനാണ് ഇത്, ആന്റി COVID-19 വാക്സിനാണ് ഇതല്ല ശരിക്കും പറഞ്ഞാൽ, അല്ലെ COVID-19 വരാതിരിക്കാനുള്ള വാക്സിനാണ് അല്ലേ, ഇറ്റ്സ് നോട്ട് ആന്റി COVID-19 വാക്സിൻ. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അത് യങ് ചിൽഡ്രൻ്റെ ആദ്യം കൊണ്ടുവരിക എന്നുള്ളതല്ല ചെയ്യേണ്ടത്. Any serious adverse effects seen once the immunization program begins must cause vaccine hesitancy and jeopardize immunization program using other vaccines for children. It is perplexing that Covaxin, which has been used for immunizing adults and adolescents between 15 and 18 years and whose safety profile is now known, has been excluded for children in 12 to 14 age group. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു അൺഫേവറബിൾ എഫക്റ്റ് വരികയാണെന്ന് വിചാരിച്ചു, എനി അൺഫേവറബിൾ തിങ്, എന്തെങ്കിലും ഒരു അൺഫേവറബിൾ ആയിട്ട് പ്രതികൂലമായിട്ട് എന്തെങ്കിലും ഒരു എഫക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്നാ പറ്റാൻ പോകുന്നത് വെച്ചാൽ ഈ കംപ്ലീറ്റ് വാക്സിൻ ഹെസിറ്റൻസി വരും. വാക്സിനെ പിന്നെ ഒരു കുട്ടികളും അല്ലെങ്കിൽ ഒരു പേരൻസും പോയിട്ട് കുട്ടികൾക്ക് എടുക്കൂല, അൺസർട്ടനിറ്റി ആയിരിക്കും അവിടെ, പിന്നെ ഹെസിറ്റൻസി ആയിരിക്കും. മാത്രമല്ല യു വിൽ റിസ്ക് ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യും, ഇതൊരു റിസ്ക് വെച്ചാൽ കളിക്കുന്നത്. യു ആർ ഗോയിങ് ടു എൻഡേഞ്ചർ ദ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. അത് കഴിഞ്ഞാൽ പിന്നെ ഇമ്മ്യൂണൈസേഷൻ ആരും നിന്ന് തരില്ല. അപ്പോൾ കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ നടക്കുന്ന കാര്യം പറ്റില്ല കേട്ടോ. അപ്പോൾ ഏതൊരു വാക്സിൻ, അത് ഈ COVID-19 വാക്സിൻ അല്ല കേട്ടോ, പോളിയോ വാക്സിൻ, അങ്ങനെ നമ്മുടെ കുട്ടികളിൽ 5 വയസ്സിൽ അങ്ങനെ ഓരോ മാസങ്ങളിലൊക്കെ വാക്സിൻ കൊടുക്കുന്ന പരിപാടിയില്ലേ. അപ്പോൾ ആ വാക്സിൻ ഒന്നും പിന്നെ നടക്കത്തില്ല, ആ വാക്സിൻ ഒന്നും നടക്കില്ല. അതൊക്കെ നമ്മൾ റിസ്ക് ചെയ്യുക ചെയ്യുന്നത് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ. സോ വൈൽ യു ടേക്ക് എ ഡിസിഷൻ ഇറ്റ് മസ്റ്റ് ബി thoroughly ഡൺ. നന്നായിട്ട് ചിന്തിച്ച് തീരുമാനം എടുക്കണം എന്ന് പറയുന്നത് അല്ലേ, നന്നായി പ്രാർത്ഥിച്ച് തീരുമാനം എടുക്കാൻ നമ്മൾ പറയുന്ന പോലെ അല്ലെ, പ്രേമത്തിൽ പറയുന്ന പോലെ. അങ്ങനെയല്ല, അന്ന് ചിന്തിച്ച് യൂസ് യുവർ ലോജിക്, യൂസ് യുവർ റീസൺ ആൻഡ് ഡു ഇറ്റ് എന്നാ പറയുന്നത്. അപ്പോൾ അത് വളരെ കൺഫ്യൂസിങ് ആണ് ഒരു കാര്യം, വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദാറ്റ് കോവാക്സിൻ. നമ്മൾ കോവാക്സിൻ ഉപയോഗിച്ചില്ലേ അതിലോട്ട്, ഇമ്മ്യൂണൈസിങ് അഡൾട്ട്സിന് ഉപയോഗിച്ചില്ലേ, അഡൾട്ട്സിന് മാത്രമല്ല നമ്മൾ ഈ പറഞ്ഞ അഡോളസൻസിനും 15 മുതൽ 18 വയസ്സുള്ള കുട്ടികളിൽ നമ്മൾ കോവാക്സിൻ ഉപയോഗിച്ചായിരുന്നു അല്ലേ. അത് സേഫ്റ്റി പ്രൊഫൈലായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്സിനാണ്. പക്ഷെ അത് 12 to 14 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ നിന്ന് അത് ഉപയോഗിക്കണ്ട, എക്സ്ക്ലൂഡ് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്? അതൊരു പ്രശ്നമായിട്ട് അവിടെ നിൽക്കുവാണ്. അത് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുക. എന്താണ് കോവാക്സിൻ 12 മുതൽ 14 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്? കോവാക്സിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ എന്നൊരു അൺസർട്ടനിറ്റി നിൽക്കുകയാണ്. സോ ഇപ്പോഴും നമുക്ക് ഇതിനെപ്പറ്റി ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ചാടിക്കേറി ഇങ്ങനെ ഒരു വാക്സിൻ കുട്ടികളിലോട്ട് കൊടുക്കുക, അത് കുഞ്ഞു ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് നോട്ട് എ ഗുഡ് തിങ് ടു ഡു എന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ. Earlier, concerns were raised about the absence of efficacy data for Covaxin at the time of approval by Indian drug. അപ്പോൾ നേരത്തെ ഈ പറഞ്ഞ ഒരു എഫിഷ്യൻസി ഇല്ല, എഫിക്കസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി ഇല്ല, എഫിഷ്യൻസി ഡേറ്റ ഇല്ല, കറക്റ്റായിട്ടൊരു ഡേറ്റ ഇല്ല. എന്തിന്? കോവാക്സിൻ്റെ കാര്യത്തിൽ അപ്രൂവൽ ചെയ്ത് കൊടുത്ത സമയത്തില്ലേ, കോവാക്സിൻ്റെ കാര്യത്തിൽ ഒരു കംപ്ലീറ്റ് ഡേറ്റ ഇല്ല ഇന്ത്യൻ ഡ്രഗ് റെഗുലേറ്ററിൻ്റെ ഭാഗത്തുനിന്ന്. ആൻഡ് അബൌട്ട് ഇറ്റ്സ് ഇൻക്ലൂഷൻ ഇൻ ദ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഫ്രം mid-January 2021, which arguably led to
വാക്സിൻ ഹെസിറ്റൻസി ഇൻ ദ ബിഗിനിങ്. ആദ്യമേ തന്നെ ഒരു വാക്സിൻ ഹെസിറ്റൻസി വന്നായിരുന്നു മിഡ് ജാൻ 2021 ആയപ്പോഴേക്കും. കാരണം ഈ ഒരു ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഇൻക്ലൂഡ് ചെയ്തപ്പോൾ, കോവാക്സിൻ ഇൻക്ലൂഡ് ചെയ്തപ്പോൾ നമ്മുടെ ഇന്ത്യൻ അഡ്വൈസറി റെഗുലേറ്ററിന്റെ ഭാഗത്ത് നിന്ന് ഒരു യെസ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്, അല്ലെങ്കിൽ ഡേറ്റ എന്തായിരുന്നു കറക്റ്റ് ഡേറ്റ എന്നുള്ളതൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് വന്നേക്കുന്നത്. അത് ഒരു പ്രോബ്ലമാണ്, which arguably led to vaccine hesitancy. ആദ്യതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഭയങ്കര മടിയായിരുന്നു വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട്. No lessons seem to have been learned. ഒരു പാഠവും പഠിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. Green lighting Covovax for children in the 12 to 14 age group, even when data on safety, immunogenicity and efficacy have not been made available even as preprint. പ്രീപ്രിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പിയർ റിവ്യൂഡ്. ആ പിയറിലുള്ളവർക്ക് കൊടുത്തിട്ട് ചെയ്തിട്ട് ഇത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഗ്രീൻ സിഗ്നൽ കൊടുക്കുവാണ് കോബോവാക്സിന്. കോബോവാക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഓർത്ത് വെച്ചോണം, കോബോവാക്സ് ചിൽഡ്രന് കൊടുക്കുവാണ് 12 മുതൽ 14 വയസ്സുള്ള കുട്ടികൾ കൊടുക്കുമ്പോൾ അവിടെ ഡേറ്റ ഓൺ സേഫ്റ്റിയെ പറ്റിയുള്ള ഒരു ക്ലാരിറ്റി നമുക്കില്ല. ഒന്ന്, എത്രത്തോളം സേഫ് ആണ് എന്നുള്ളതിൻ്റെ ഡേറ്റ നമ്മുടെ കയ്യിലില്ല. ഇമ്മ്യൂണോജെനിസിറ്റിയെ പറ്റി നമുക്കറിയത്തില്ല, അല്ലെ? ജനറ്റിക്കൽ എത്ര ഇമ്മ്യൂണിസിറ്റി ഉണ്ട്, അതിന് എത്ര എഫിക്കസി ഉണ്ട്, എത്ര എഫിഷ്യൻ്റ് ആണ് ഇത്, അതും അറിയത്തില്ല. മാത്രമല്ല ഇതൊന്നും പ്രീപ്രിന്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. ഇതൊന്നും പിയർ ഗ്രൂപ്പിൽ, അതേ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളിൽ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഹൗ കെൻ യു സേ ദാറ്റ് ഈസ് ഇൻഎക്സ്പ്ലിക്കബിൾ? അത് അൺഎക്സ്പ്ലെയിനബിൾ ആണ് ഇൻ ദ കറന്റ് സിറ്റുവേഷൻ വിച്ച് ക്യാൻ നോ ലോങ്ങർ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എൻ എമർജൻസി. അപ്പോൾ ഇതൊന്നും കിട്ടിയിട്ടില്ല, അത് ഇൻഎക്സ്പ്ലിക്കബിൾ ആണ്, ഇറ്റ് ഈസ് നോട്ട് എക്സ്പ്ലെയിനബിൾ എങ്കിൽ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇതൊരു എമർജൻസി ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചാടിക്കയറി കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ ഇതൊരു എമർജൻസി ആയിട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ അവിടെ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് പറയുന്നത്, ഓതർ ചോദിക്കുന്നത്. ദ ഫോർത്ത് നാഷണൽ സെറോ പ്രെവലൻസ് സർവേ ദാറ്റ് വാസ് ഡൺ സൂൺ ആഫ്റ്റർ ദ ഡെഡ്ലി സെക്കൻഡ് വേവ് പീക്ക് റിവീൽഡ് ദാറ്റ് 67.6% ഓഫ്. അപ്പോൾ നാലാമത്തെ നാഷണൽ സെറോ പ്രെവലൻസ് സർവേയിൽ പറഞ്ഞത്, ഈ പറഞ്ഞ ഡെഡ്ലി സെക്കൻഡ് വേവിന് ശേഷമാണ് നടത്തിയത്. അപ്പോൾ അവിടെ റിവീൽ ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്: 67.6 67.6% ഓഫ് ദ പോപ്പുലേഷൻ അബൌട്ട് 10 years had antibodies against the virus. 10 വയസ്സിന് മുകളിലുള്ള 67.6% ആൾക്കാർ എന്ന് പറഞ്ഞാൽ കുട്ടികൾ, ആൾക്കാരെന്ന് പറഞ്ഞാൽ കുട്ടികളല്ല, മൊത്തം ആൾക്കാർ അബോവ് 10 years ശരിക്കും പറഞ്ഞാൽ അവരുടെ ബോഡിയിൽ ആന്റിബോഡീസ് ഉണ്ട്, ഈ വൈറസിനെതിരെയുള്ള ആന്റിബോഡീസ് ഉണ്ട്. 67.6% ഉള്ളതാണ്. പക്ഷെ മറ്റേ കുട്ടികളുടെ കാര്യമൊന്നും പറയുന്നുമില്ല, അല്ലേ? സോ ലെറ്റ്സ് സീ ദ പെർസെൻറ്റേജ് ഓഫ് ചിൽഡ്രൻ ഇൻ ദ 12 to 14 ഏജ് ഗ്രൂപ്പ് ഹൂ വുഡ് ഹാവ് ബീൻ infected during the third wave driven by the extremely infectious Omicron variant might be staggeringly high. If children have been found to be much less likely to suffer from severe disease and death, the high seroprevalence in this age group even before the third wave makes it even harder to fathom the urgency shown by the government to vaccinate the subset of children. Evidence-based policy making should not be jettisoned even if, or rather especially if, a pandemic is raging. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ പറയുന്ന ഓതർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്: 12 മുതൽ 14 ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ, ഈ പറയുന്ന അവരുടെ പെർസെൻറ്റേജ്, അങ്ങനത്തെയുള്ള പെർസെൻറ്റേജ് ഈ തേർഡ് വേവ് ഡിഫറൻസ് ചെയ്ത സമയത്ത് ഒമിക്രോൺ, അതായത് ഒമിക്രോൺ വേരിയൻ്റ് ഉള്ള സമയത്ത്, ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒമിക്രോൺ വേരിയൻ്റ് വന്ന സമയത്ത് ഇൻഫെക്ട് ചെയ്ത കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അത് ആ സമയത്തുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആയിരുന്നു, എക്സ്ട്രീംലി ഹൈ ആയിരുന്നു, അല്ലെ? മൈറ്റ് ബി എക്സ്ട്രീംലി ഹൈ. ഓക്കെ, അപ്പോൾ ഇനി കുട്ടികൾ എന്താണ് ഒരു ലെസ് ലൈക്ലി ആയിരുന്നു, അതായത് പോസിബിലിറ്റി ഇല്ല, സഫർ ചെയ്യാൻ പോസിബിലിറ്റി ഇല്ല എന്ന് കണ്ടിരുന്നെങ്കിൽ സിവിയർ ഡിസീസും ഡെത്തും ഒന്നും വരില്ല എന്നുള്ളതും, അതുപോലെ ഹൈ സെറോപ്രവലൻസ് ഏജ് ഗ്രൂപ്പിൽ ഉണ്ടെന്ന് ഉള്ള രീതിയിൽ ആണെങ്കിൽ, തേർഡ് വേവിന് മുൻപ് ആണെങ്കിൽ, അങ്ങനെയാണ് ഇഫ് ചിൽഡ്രൻ ഹാവ് ബീൻ അങ്ങനെ ഫൗണ്ട് ചെയ്തിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കുറച്ചുകൂടെ ഹാർഡർ ആയേനെ, കുറച്ച് ഹാർഡർ ആയേനെ നമുക്കിത് ഈ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഏർജൻസി മെഷർ ചെയ്യാൻ ഭയങ്കര ഹാർഡർ ആയേനെ. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നുള്ളത് പറയും. പക്ഷെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ലല്ലോ. സോ അങ്ങനെ നമ്മളത് മെഷർ ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇങ്ങനൊരു സബ്സെറ്റ്, നിങ്ങൾക്ക് മാത്സിൽ സബ്സെറ്റ് പഠിച്ചിട്ടില്ലേ? അതായത് ഒരു സെറ്റ് പോപ്പുലേഷൻ്റെ ഒരു സബ്സെറ്റ്, ഒരു ഗ്രൂപ്പ്, പെർട്ടിക്കുലർ ഗ്രൂപ്പ്, അതാണ് സബ്സെറ്റ് 12 to 14 ഏജ് ഗ്രൂപ്പ്. അപ്പോൾ ഇങ്ങനൊരു സബ്സെറ്റ് കുട്ടികളിൽ കൊടുക്കേണ്ട ഈ ഏർജൻസിയെ പറ്റി പറയുന്നത് എന്താണ്? അത് നമ്മൾ അതെങ്ങനെ മെഷർ ചെയ്യും എന്നുള്ളതാണ് ഇതൊരു പ്രശ്നം. അപ്പോൾ എവിഡൻസ് ബേസ്ഡ് പോളിസി നമ്മൾ കൊണ്ടുവരണം, അതായത് കറക്റ്റായിട്ട് എവിഡൻസ് കൊണ്ടുവരണം, നമ്മൾ കൃത്യമായിട്ടുള്ളൊരു പ്രൂഫ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കാര്യമുള്ളൂ. ഓക്കെ, അത് നമ്മൾ എവിഡൻസ് ബേസ്ഡുള്ള പോളിസികൾ എക്സ്പെൽ ചെയ്ത് കളയരുത്. ഇറ്റ് മസ്റ്റ് നോട്ട് ബി എക്സ്പെൽഡ്, അതിനെ കളയരുത്. ഇവൻ ഇഫ്, ഓർ ഉണ്ടെങ്കിലും, ഓർ
rather especially if a pandemic ranging. പാൻഡമിക് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, പാൻഡമിക് ഭയങ്കര അതിയായിട്ട് കൂടിക്കൊണ്ടൊക്കെ ഇരിക്കുന്ന സമയമുണ്ടല്ലോ, അങ്ങനെ വരുന്ന സമയത്തൊക്കെ, എക്സ്ട്രീം സിവിയർ ആയിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ആ സമയത്തും ആണെങ്കിൽ പോലും, ഇനി ആ സമയം അല്ലെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്ന എവിഡൻസ്, പ്രൂഫ് ഇല്ലാത്തൊരു പരിപാടിക്ക് വേണ്ടി നിൽക്കരുത് എന്നാണ് ഓതർ പറഞ്ഞിരിക്കുന്നത്. സോ ഇറ്റ്സ് ഹൈലി അനലിറ്റിക്കൽ, കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇത് അനലിറ്റിക്കൽ ആയിട്ടുള്ള എസ്സേയാണ്, ആർട്ടിക്കിളാണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. ആ സെൻസിറ്റീവ് ഇഷ്യൂ ഓതർ പറയാണ് നമുക്കത് എന്താ പറയുക, തള്ളിക്കളയാൻ പറ്റില്ല, ഇത്രയും സിമ്പിളായിട്ട് തള്ളിക്കളയാൻ പറ്റില്ലാത്തൊരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞാണ് ഓതർ ഇതിനെ അവസാനിപ്പിക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ട് പിള്ളേരെ, മനസ്സിലായെങ്കിൽ ഒരു തംസപ്പ് ഇട്ടോ. നമുക്ക് നേരെ പോയി നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റ്യൻ. But the electoral success is not sufficiently guaranteed unless the message will be delivered through a dedicated organization that can at least contest the formidable apparatus of the SAN. സത്യം സത്യം, അതെ അതെ, അത് പുറത്തോട്ട് വരില്ലല്ലോ. അല്ലെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തെ പറ്റി ആയതുകൊണ്ട് നമ്മൾ അതിനെ ഇതാവൂല. ഇപ്പൊ അവരാണ് ശരിക്കും. അതെ അതെ. സോ പറഞ്ഞു, ആൻസർ പറഞ്ഞു. അപ്പൊ ഇവിടെ നിങ്ങൾ, എനിക്ക് കുറെ പേര് ആൻസർ തന്നിരുന്നു കഴിഞ്ഞ ദിവസം, ആൻസർ നമ്മുടെ കോമന്റ് സെക്ഷനിൽ. അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത്, ബട്ട് ഇലക്ട്രൽ നോക്കണേ, ബട്ട് ഇലക്ട്രൽ സക്സസ് ഇസ് നോട്ട് സഫീഷ്യന്റ്ലി ഗ്യാരണ്ടി ചെയ്യപ്പെടുന്നില്ല. ഇലക്ട്രൽ സക്സസ് സഫീഷ്യന്റ് ആയിട്ട് ആവശ്യത്തിന് ഗ്യാരണ്ടി ചെയ്യുന്നില്ല. ചെയ്യില്ല അൺലെസ് the message will be delivered. മെസ്സേജ് ഡെലിവർ ചെയ്യപ്പെട്ടാൽ ഭാവിയിൽ ത്രൂ എ ഡെഡിക്കേറ്റഡ് ഓർഗനൈസേഷൻ, ഒരു ഡെഡിക്കേറ്റഡ് ഓർഗനൈസേഷൻ വഴി ഡെലിവർ ചെയ്യപ്പെട്ടാൽ, ദാറ്റ് ക്യാൻ അറ്റ്ലീസ്റ്റ് കോൺടെസ്റ്റ് ദ ഫോർമിഡബിൾ അപ്പാരറ്റസ് ഓഫ് ദ സാൻ ചെയ്യപ്പെട്ടാൽ, അതാണ് അവിടുത്തെ ഇത് സംഭവം. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അൺലെസ് എന്ന് പറഞ്ഞതും ഇഫ് എന്ന് പറയുന്നതൊക്കെ കണ്ടീഷണൽ ക്ലോസിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, കണ്ടീഷണലിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് വെച്ചോണേ, ഈ അൺലെസ്, ഇഫ്, until, before, after, when എന്നുള്ള എല്ലാം അത്യാവശ്യം കണ്ടീഷൻസും ടൈമും ഒക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുറച്ച് കൺജങ്ഷൻസ് ആണ്. ഈ കൺജങ്ഷൻസ് ഒക്കെ വരുമ്പോൾ അതിൻ്റെ ഉള്ള സെയിം ക്ലോസിൽ, ഇവയുള്ള സെയിം ക്ലോസിൽ ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. സെയിം ക്ലോസിൽ ഒരിക്കലും എന്തുപയോഗിക്കാൻ പാടില്ല? വിൽ അല്ലെങ്കിൽ ഷാൽ ഉപയോഗിക്കും, ഫ്യൂച്ചർ അല്ല ഉപയോഗിക്കേണ്ടത് കേട്ടോ. അതൊരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, നിർബന്ധമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇവിടെ ദേ വന്നു, വില്ലും ഷാലും വില്ല് വന്നിട്ടുണ്ട്, വിൽ ബി. അപ്പം വിൽ ബി വരാൻ പാടില്ല. അപ്പം വിൽ ബിക്ക് പകരം ഭാവിയിൽ വിൽ ബി, അതിന് പകരം എന്ത് പറയണം? നമുക്ക് കൊടുക്കണം ഈസ് ഡെലിവേർഡ്. സിമ്പിൾ. അവിടെ ഒന്നും ഇല്ലാതെ കൊടുക്കരുത്, വെറുതെ അതിനെ കട്ട് ചെയ്ത് മെസ്സേജ് ഡെലിവേർഡ് ത്രൂ അല്ല, മെസ്സേജ് ഈസ് ഡെലിവേർഡ് അൺലെസ് ദ മെസ്സേജ് ഈസ് ഡെലിവേർഡ്. കാരണം സബ്ജക്റ്റീവ് മെസ്സേജ് ആണ്, അപ്പോൾ ഒരു വേർബും വേണം, എന്നാലേ കറക്റ്റ് ആവുള്ളൂ. ഈസ് ഡെലിവേർഡ് ഇത് പാസീവ് ഫോം ആണ്, കാരണം വിൽ ബി കണ്ടേ, B+V3 ഫോം കണ്ടാൽ തന്നെ അറിയാം പാസീവ് വോയിസ് ആണ്. അപ്പോൾ അവിടെ ഒരു പാസീവ് വോയിസ് ഇട്ട് കൊടുക്കണം, മെസ്സേജ് ഈസ് ഡെലിവേർഡ്. വിൽ ബി ആയതുകൊണ്ട് ഓർത്തു അത് പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ മതി. ഇത് കാരണം but electoral success is not sufficiently guaranteed, present tense la, unless the message is delivered through a dedicated organization that can at least contest the formidable apparatus of the SAN. എക്സാമിന് വരാറുള്ളതാണ് ബിഫോറിൻ്റെ കൂടെയും ആഫ്റ്ററിൻ്റെ കൂടെയും വെന്നിൻ്റെ കൂടെയും അൺടിലിൻ്റെ കൂടെയും ഇഫിൻ്റെ കൂടെ അൺലെസിൻ്റെ കൂടെയൊക്കെ ഈ പറയുന്ന വില്ലും ഷാലിൻ്റെ ഒക്കെ യൂസേജ് വരാറുണ്ട്. അപ്പോൾ അത് ഓർത്താൽ മതി, സെയിം ക്ലോസിൽ, അവയുടെ സെയിം ക്ലോസിൽ ഒരിക്കലും വില്ലും ഷാലും വരാൻ പാടില്ല. ദാറ്റ്സ് എ പോയിന്റ് ടു ബി നോട്ടഡ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ദ AAP, ആം ആദ്മി പാർട്ടി ഗവൺമെന്റ്, AAP government in Punjab will be a test for the party, and if it succeed, a model that others might seek to copy across the country. The AAP government in Punjab will be a test for the party, and if it succeed, a model that others might seek to copy across the country. Okay, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എനിക്കിതിൻ്റെ ആൻസർ തരണം എല്ലാവരും. ആരും ഒന്നും പറയാത്ത എന്താ? അവസാനമായപ്പോഴേക്കും എല്ലാവരും ഡള്ളായിട്ട് പോയിരിക്കുവാണോ? ഡള്ളായിട്ടിരിക്കുവാണോ? അതിൻ്റെ ആൻസർ ആരും തന്നില്ല, ഒന്നും പറയുന്നുമില്ല. എന്താ കുട്ടി മിണ്ടാത്തേ? ഗോവിന്ദകുട്ടി എന്താ കുട്ടി മിണ്ടാത്തേ? അപ്പോൾ എന്തായാലും ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് സ്ക്രീൻഷോട്ട് എന്നിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷൻ തരാം. ഇവിടെ തരണ്ട, കോമന്റ് സെക്ഷൻ തരാം. സോ നമ്മുടെ ഡിഗ്രി ലെവൽ ബാച്ചിന് വരെ ഓർമ്മപ്പെടുത്തുകയാണ് ഒരിക്കൽ കൂടി. കംപ്ലീറ്റ് ബാച്ചാണ്, 6 മാസത്തെ ബാച്ചാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം.
നമ്മുടെ ആഴ്ചയിൽ 4 ക്ലാസ്സുകളാണ് പോകുന്നത്. ജൂലൈ വരെയുണ്ട് കോഴ്സ്. 2 ക്ലാസ്സുകൾ ഉള്ള ദിവസങ്ങളിൽ 6 മുതൽ 7 വരെയും 8:30 മുതൽ 10 മണി വരെയാണ് പോകുന്നത്. പിന്നെ SSCയുടെ ക്ലാസ്സുകൾ നമ്മളുണ്ട്. അപ്പോൾ SSCയുടെ എക്സാം ഡേറ്റ് നമുക്കറിയാം. നമുക്ക് ഏപ്രിൽ മാസമുണ്ട്. CGL, CHSL നമ്മുടെ മെയ് ആൻഡ് ജൂൺ മാസത്തിലായിട്ട് നടക്കും. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാനുള്ളവർ ജോയിൻ ചെയ്യുക. ഡെയിലി 3 ക്ലാസ്സാണ് SSCക്കുള്ളത്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒന്ന് ആഞ്ഞ് പിടിച്ച് കിട്ടുമെന്നുള്ള SSCക്ക് കിട്ടിയ നല്ല ജോബ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ. അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഇന്ന് എക്സാം ഫീവർ ആയിരിക്കും അല്ലേ? ആയിരിക്കും ഹരി. ഓക്കെ, അതായിരിക്കും, ശരിയാണ്. ചിലപ്പോൾ അതായിരിക്കും അല്ലേ? എക്സാം പനി ആയിരിക്കും, പരീക്ഷപ്പനി. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ യുവർ കോപ്പറേഷൻ. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അതുപോലെ നമ്മുടെ റെക്കോർഡ് വീഡിയോ കാണുന്നവർക്കും താങ്ക് യു സോ മച്ച്. സ്റ്റേ ഇൻ ടച്ച്, സ്റ്റേ കണക്റ്റഡ്. അപ്പോൾ താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കോമെന്റ് സെക്ഷനിൽ നിങ്ങളുടെ ആൻസേഴ്സ് ഡെഫിനറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പുട്ട് ഫോർത്ത് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻഡ് ഷെയർ ഇറ്റ് ടു ആസ് മെനി ആസ് പോസിബിൾ മറ്റുള്ളവരോടൊക്കെ എത്തിക്കാം. ആസ്പിറൻസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സിൽ, അങ്ങനെ നിങ്ങളുടെ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി എല്ലാവർക്കും എത്തിക്കാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കുക. ആൻഡ് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴാണ് വരുന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 7 മണിക്ക് SIC കുട്ടികളിൽ എല്ലാവരും വരിക. നമ്മുടെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതുവരെ ഇന്ന് പഠിച്ചോ, പ്രാക്ടീസ് ചെയ്തോ, അടിപൊളിയായിട്ട് പോട്ടെ. ഒരുപാട് വെള്ളം കുടിക്കുക, നല്ല ചൂടാണിപ്പോൾ അറിയാലോ. ബി ഹെൽതി, സ്റ്റേ സേഫ് ആൻഡ് ബി ഹാപ്പി. എൻജോയ് ദ ഡേ. ബൈ. ഓക്കെ, അപ്പോൾ സ്റ്റേ സേഫ്. ബൈ.